വിനയം എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. വിനയം സാത്താൻ ഓടിപ്പോകുന്ന തോറ്റുപോകുന്ന ഒരു സംഗതിയാണ് വിനയം. വിനയമുള്ളവരുടെ സാത്താന് അതിന് അവൻ ഓപ്പോസിറ്റ് അഹങ്കാരമാണ്. അഹങ്കാരം വിനയം എന്ന് പറയുന്നത് വളരെ ഹ്യൂമിലിറ്റി ഈസ് ദ റോബ് ഓഫ് ഡിവിനിറ്റി. ദൈവികതയുടെ മേൽക്കുപ്പായം ആണ് താഴാഴ്മ. അത് ധരിച്ചുകൊണ്ടാണ് നമ്മുടെ കർത്താവ് ഭൂമിയിലേക്ക് വന്നത്. ഫിലിപ്പിയർ 2:5-11 വായിക്കുമ്പോൾ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ പിന്നെ തന്നെത്താൻ താഴ്ത്തി ദാസരൂപം എടുത്ത് ക്രൂശിലെ മരണത്തോളവും അനുസരണമുള്ളവനായി. ദാസൻ്റെ സ്വഭാവം അനുസരണമാണ്. യേശുക്രിസ്തു ദാസനായി ജനിക്കാൻ കാരണം യേശുക്രിസ്തുവിനെ വചനം സ്വീകരിച്ചപ്പോൾ തൻ്റെ അമ്മയുടെ ഭാവം ദാസിയുടെ ഭാവമായിരുന്നു. ഇതാ ഞാൻ കണ്ടാലും. അതുകൊണ്ട് ഭാര്യാഭർത്താക്കന്മാർ കുഞ്ഞുങ്ങളെ സ്വീകരിക്കുമ്പോൾ ഏത് രൂപമാണ് അവരുടെ മനസ്സിലുള്ളത് ആ സ്വരൂപമായിരിക്കും കുഞ്ഞുങ്ങളുടേത്. അതുകൊണ്ടാണ് ഭർത്താവിൻ്റെയും കർത്താവിൻ്റെ രൂപമല്ലാതെ മറ്റു രൂപം മനസ്സിൽ പതിയരുത്. സിനിമയൊന്നും നമുക്ക് ആവശ്യമില്ല. ജീവിതം തന്നെ ഒരു സിനിമയ, കരയാൻ നേരമില്ല. പിന്നെ ഇത് കാണുന്നു. ദൈവം തമ്പുരാൻ വസിക്കുന്നു പറഞ്ഞല്ലോ. ആരെ എവിടെ വസിക്കുന്നു? ഇതൊക്കെ വചനം രാവിലെ വേദപുസ്തകം നിരന്തരമായി വായിക്കുന്നവർക്ക് തിരുവചനം വായനയിൽ കൂടെ ചെന്ന് എത്തുന്ന റോഡെന്ന് പറയുന്നത് ഏതാണെന്നറിയാമോ? വിശ്വാസത്തിൻ്റെ പാതയിലും ആ വിശ്വാസത്തിൻ്റെ പാത ചെന്നെത്തുന്നത് പ്രാർത്ഥനയുടെ വാതിലുമാണ്. ഇതാണ് എന്താ ഇതുണ്ട്. ഈ ഞാനിപ്പോൾ വായിച്ചു പഠിച്ചു മറ്റു വായനയിലും നിർത്തി. ഇത് നമ്മുടെ കാര്യങ്ങളൊക്കെയാണ്. റെഗുലർ റീഡിങ് ഓഫ് സ്ക്രിപ്ചർ ലീഡ്സ് ടു ദ റോഡ് ഓഫ് ഫെയ്ത്ത് ആൻഡ് ഫെയ്ത്ത് ലീഡ്സ് ടു ദ ഡോർ ഓഫ് പ്രയർ. ഇതൊക്കെ നിരന്തരമായിട്ട് വായിച്ചാട്ടെ. വേറെന്ത പണിയാണ്? നിങ്ങളുടെ മക്കൾക്കൊക്കെ നിങ്ങൾ കൊടുക്കുന്ന പുസ്തകമില്ലേ ഒരു നല്ല ജോലി കിട്ടാൻ വേണ്ടി, കരിയർ, ഡോക്ടറാകട്ടെ എഞ്ചിനീയറാകട്ടെ എന്ത് കുന്തമാകട്ടെ, ആ പുസ്തകങ്ങൾക്കെല്ലാം കൂടെ ഞാൻ പറഞ്ഞ പേരാണ് പന്നി പുസ്തകം. എന്താ നിങ്ങൾ കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് മുടക്കി പഠിപ്പിക്കുന്ന പുസ്തകം ഒരു പന്നി പുസ്തകം. ഉപജീവനത്തിന് മാത്രമേ ഉതകത്തുള്ളൂ. അതിനാണ് പന്നിയുടെ ജോലി എന്താ? തീറ്റ. പിന്നൊരു ജോലി തൂറ്റ. 2 ജോലിയേ ഉള്ളൂ. തീറ്റയും തൂറ്റയുമായി കഴിയുന്നു. എഞ്ചിനീയറിംഗ് കഴിഞ്ഞാൽ ജോലി കിട്ടുമായിരുന്നു, ഇപ്പം കിട്ടുന്നില്ല. അത് MBA കഴിഞ്ഞാൽ അതും കിട്ടുന്നില്ല. പിന്നെ എറണാകുളത്ത് 3 മാസത്തിൻ്റെ കോഴ്സ് കഴിഞ്ഞിടത്തല്ല ജോലി കിട്ടിയേക്കുന്നത്, പഴയ ഫിറ്ററിൻ്റെയൊക്കെ. ഈ അച്ഛന്മാരൊക്കെ 6 മാസത്തെ കമ്പ്യൂട്ടർ കോഴ്സ് കഴിയാമെങ്കിൽ എത്ര 1000 രൂപ കിട്ടുമെന്നറിയാമോ? ഈ അച്ചായൻ്റെ ഇടിയെന്ന് ഒഴിവാക്കേണ്ട വല്ല കാര്യമുണ്ട്? വന്നിരിക്കുന്നു. പണിയൊന്നുമില്ലാഞ്ഞിട്ടല്ല. തോമാസെ ഇറങ്ങി തിരിച്ചത് കുന്തം കൊണ്ട് കുത്തേറ്റ് ചെല്ലാനാണോ? അദ്ദേഹത്തിന് തീരുമാനമുണ്ടായിരുന്നു, വല്ലവനും പറഞ്ഞതിൻ്റെ പേരെ എനിക്ക് വിശ്വസിക്കാനൊക്കത്തില്ല, എനിക്ക് സ്വന്തം അനുഭവം വേണം. സംശയിച്ചിട്ടൊന്നുമല്ല, തൊട്ടു നോക്കി, അത് സ്വന്തമായി. കർത്താവിന് മുറിപ്പാടിൽ തൊട്ടപ്പോൾ തൻ്റെ സ്വന്തമായി. 12 അപ്പോസ്തലന്മാർ കുന്തം കൊണ്ട് കുത്തേറ്റ് മരിച്ച ഏക ശിഷ്യനാരാണ്? യേശുക്രിസ്തുവിനെ നാം സ്വീകരിച്ചാൽ അദ്ദേഹത്തിൻ്റെ അനുഭവം നമുക്കുണ്ടാകും. താഴ്മ നമ്മുടെ ഒരു മൂടുപടമായി, മേലങ്കിയായി മാറട്ടെ. ദൈവം ഉള്ളിൽ വസിക്കണമെങ്കിൽ മഹത്വമുള്ള ഏശയ എന്ന് വായിക്കുമ്പോൾ മഹത്വമുള്ള, കാരണം ദൈവത്തെ മഹത്വത്തെ കണ്ട ആളാണ്. മഹത്വമുള്ള ഏശയ 57-ാം അധ്യായം 15-ാം വാക്യത്തിൽ ദൈവം നമ്മിൽ വസിക്കുവാൻ ആരിൽ വസിക്കുന്നു എന്നവിടെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. ഉന്നതനും ഉയർന്നിരിക്കുന്ന, ഞാൻ വായിക്കാം. ഉന്നതനും, മൈക്കില്ലാത്തതുകൊണ്ട് ഞാൻ മൈക്ക്. ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധനെന്ന് നാമമുള്ളവനായൻ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഉന്നതനും പരിശുദ്ധനുമായി വസിക്കുന്നു. താഴ്മയുള്ളവരുടെ മനസ്സിനും മനസ്താപമുള്ളവരുടെ ഹൃദയത്തിനും ചൈതന്യം വരുത്തുവാൻ മനസ്താപവും മനോവനയുമുള്ളവരോട് വസിക്കുന്നു. ആരിലാണ്? അനുതാപികളിൽ വസിക്കുന്നു, വിനയമുള്ളവരിൽ വസിക്കുന്നു. കിട്ടുന്നോ? ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കാൻ എന്ത് ചെയ്യണം? മനസ്താപം, മനസ്സിൻ്റെ താപം, അനുതാപം, മനോവിനയം.
അങ്ങനെ നോക്കിക്കൊണ്ട് നൂറ്റാണ്ടുകൾ യേശുക്രിസ്തു ജനിക്കുവാൻ ഒരു സ്ത്രീ വേണം. അത് ഈ ഇലക്ഷൻ റിസർവേഷൻ പോലെ. അതിനുള്ള അർഹത ആരാണ്? ഏറ്റവും കൂടുതൽ താഴ്മയുള്ള ആളിനെ കിട്ടണം. അങ്ങനെ നോക്കിയിരുന്നപ്പോൾ ജനിച്ചിട്ടുള്ളവരിലും ഇനി ജനിക്കാനിരിക്കുന്നതിന് വെച്ച് ഏറ്റവും വിനയമുള്ളതെന്ന് കണ്ടപ്പോൾ കന്യക, ആ കന്യക എവിടെ വളർന്നു? നാഗമ്പടത്ത് മൈതാനത്തല്ല, പിന്നെ കുരിശവലയിലല്ല, പിന്നെ ദേവാലയത്തിൽ വളർന്നു. ആര് വളർത്തി? ഓഹോ, പിന്നെന്താ ഇത്ര പുച്ഛം പുരോഹിതനോട്? നീ മോശമാരി ആയിട്ടുണ്ട്, പുരോഹിതൻ നിന്നോട് മോശമായി പെരുമാറിയത്. മര്യാദയ്ക്ക് ഇരുന്നോണം. ദേവാലയത്തിൽ വളർന്നു, പുരോഹിതന്മാർ വളർത്തി. എന്ത് ഭക്ഷിച്ചു? ദേവാലയത്തിലെ കാഴ്ചയപ്പം. പുരോഹിതന്മാർ മാത്രം ഭക്ഷിക്കേണ്ടത് ദാവീദും കുട്ടി എടുത്തില്ലേ? വിശുദ്ധിയുള്ളവർ കൊടുക്കാനുള്ളതാണ്. ദേവാലയത്തിൽ പുരോഹിതന്മാരാൽ വളർത്തപ്പെട്ടു, കാഴ്ചയപ്പം ഭക്ഷിച്ചു, നിഷ്ഠകൾ നഷ്ടമാകാതെ ജീവിച്ചു. നിഷ്ഠയിൽ നിന്നെ പെറ്റ പാവന കന്യകയോടൊപ്പം നാഥാദേവ നൽകുക യോഗ്യത നിൻ സ്തുതി. ഓർത്തഡോക്സ് ഇവിടെ നിഷ്ഠകളുണ്ട്. കാര്യം, നമസ്കാരം, നോമ്പ്, കുംഭസാരം, ഇതൊക്കെ നടത്തിയിട്ട് വേണം ചെല്ലണം. നിഷ്ഠയിൽ നിന്നെ പെറ്റ. അപ്പോൾ വീട്ടിൽ ഇരുന്ന് പുട്ട് പുഴുങ്ങുക, നമസ്കാരമൊക്കെ തീരട്ടെ. മനസ്സിലാകുന്നു? അവൾ പുട്ട് പുഴുങ്ങുന്നു, അവൻ പുട്ട് വിഴുങ്ങുന്നു. എന്നിട്ട് ഓടിച്ചെന്ന് കുർബാന തുടങ്ങുമ്പോൾ നമസ്കാരം തീരട്ടെ. എന്നിട്ട് ചൊല്ലുവാണ്, നോമ്പും പ്രാർത്ഥനയും അൻപാലടി. നീയൊക്കെ തങ്കുവിൻ്റെ കൂട്ടായ്മയിൽ വേറെ എവിടെ ചെന്ന് അധപ്പതിക്കണം? ഓർത്തഡോക്സ് സഭയുടെ ആരാധന തട്ടുകടയല്ല, ഫാസ്റ്റ് ഫുഡല്ല, ഇതൊരു 7 സ്റ്റാർ ഹോട്ടലാണ്. അത്രമാത്രം ഇത് എളുപ്പമൊന്നും പറ്റത്തില്ല. ഒരു സൂത്രവും ഇതിനകത്തില്ല. 10-12 ദിവസം കൊണ്ട് കനാൻ നാട്ടിൽ എത്തേണ്ട ദൈവത്തിൻ്റെ ജനത്തെ 40 വർഷമാണ്. യാതൊരു എളുപ്പ വഴിയുമില്ല. പിറുവിറുക്കേണ്ടവർക്കെല്ലാം പിറുവിറുക്കാം, കുറ്റം പറയുന്നവർക്കെല്ലാം കുറ്റം പറയാം, ഇറങ്ങിപ്പോണ്ടവർക്കെല്ലാം. മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? താൻ ഏൽപ്പിച്ച വിശ്വാസം കണ്ടെത്തുന്നവ ചുരുക്കമായിരിക്കും. വിൽ ദ സൺ ഓഫ് മാൻ ഫൈൻഡ് ഫെയ്ത്ത് ഓൺ എർത്ത് വെൻ ഹി കംസ്. ഇത് എളുപ്പ വഴിയൊന്നുമില്ല. നിന്നുകൊണ്ട് ആരാധിക്കണം, അതിൽ തന്നെ ഒരു കഷ്ടപ്പാടുണ്ട്, ദീർഘമായിട്ടുണ്ട്. ചുരുക്കമൊന്നുമില്ല, വെട്ടിക്കുറയ്ക്കാനൊക്കത്തില്ല, സൗകര്യങ്ങളൊന്നുമില്ല. നമുക്ക് കൺവിക്ഷനേ ഉള്ളൂ, കൺവീനിയൻസ് ഇല്ല. എന്താ? മറ്റു ഭാഗങ്ങൾക്ക് റോഡിൻ്റെ സൈഡിലോട്ട് പള്ളി വെക്കും, നമുക്ക് പറ്റുമോ? കർത്താവ് രണ്ടാമത് വരുന്ന കിഴക്കൊന്ന് വരുന്ന കിഴക്കോട്ട് ചെയ്യണം. നമുക്ക് കൺവീനിയൻസ് അല്ല, പിന്നെന്താ? കൺവിക്ഷനാണ്. ഒരു കുർബാനയേ ഉള്ളൂ, കൺവിക്ഷനാണ്, കൺവീനിയൻസ് അല്ല. 4-5 കുർബാനയില്ല. മനുഷ്യർക്കെല്ലാം വേണ്ട സൗകര്യമാണ്, നമുക്ക് കൺവിക്ഷനാണ്. കർത്താവിന് കുറ്റം പറഞ്ഞു, നിന്റെ ശരീരം ഞങ്ങൾക്ക് എങ്ങനെ തന്നെ, എന്തൊരു കഠിനമാക്കെ വോക്കൗട്ട് നടത്തി. കർത്താവ് പറഞ്ഞു, വേണമെങ്കിൽ നിങ്ങൾക്കും പോകാം. ജനങ്ങളെ പിടിച്ചു നിർത്താൻ വേണ്ടി എളുപ്പ വഴിയൊന്നും വേണ്ട, ഒന്നും ഇവിടെ ആവശ്യമില്ല. ഇന്ന് രാവിലെ ആയിരുന്നു ജോൺ തോമസ് അമേരിക്ക അങ്ങോട്ട് ഞാൻ പറഞ്ഞില്ല, നിർത്തിയിരിക്കും, യാതൊരു കൊതിയുമില്ല, ഒരു എളുപ്പ വഴിയുമില്ല. ഓർത്തഡോക്സ് ആരാധിക്കുന്ന ഒറ്റ ദിവസമേ ഉള്ളൂ ശരിയായിട്ട്, ദുഃഖ വെള്ളിയാഴ്ച. അന്ന് ഒരുങ്ങി ഇനി വരും. 8 മണി തൊട്ട് 4 മണി വരെ വെള്ളം പോലും കുടിക്കത്തില്ല. അതാണ് ഒരുക്കം. അങ്ങനെ എന്നും വരണം. നോമ്പും പ്രാർത്ഥനയും. ഒരു ഞായറാഴ്ചത്തെ കുർബാനയുടെ ഒരുക്കം
ഈ ഞായറാഴ്ച തൊട്ട് അടുത്ത ഒരാഴ്ച വട്ടത്തെ ഒരുക്കം, എല്ലാ പ്രാർത്ഥനകളും എല്ലാ നോമ്പുകളും എല്ലാ ദാനധർമ്മങ്ങളും ചെയ്തിട്ട് പിന്നെ അത് കഴിയുമ്പോൾ 3 ദിവസത്തെ പ്രത്യേക ഒരുക്കം വേണം. വെള്ളി ശനി, വ്യാഴം വൈകിട്ട് വെള്ളി വൈകിട്ട് ശനി. 3-ാം ദിവസം തലപൊക്ക് നോക്കിയപ്പോൾ മോറിയാമല കണ്ടു. 3-ാം ദിവസം 3 ദിവസം ധ്യാനമായിരുന്നു. എന്താ ധ്യാനം? മോനെ കൊല്ലാൻ പോവുക, ചിരിക്കാനൊക്കോ? സന്തോഷം വന്നല്ലോ, സന്താപം തീർന്നല്ലോ. അങ്ങനെയാണോ ധ്യാനം നടത്തുന്നത്? നിങ്ങൾ ഒരു പറമ്പിലും പോകണ്ട. ആ സാറാക്കുട്ടി വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചവരിരുന്ന് അബ്രഹാം പറഞ്ഞു, ഞാനും മകനും കൂടെ പോയി ആരാധിച്ചിട്ടെ. അവളെന്താ പറഞ്ഞു? സമാധാനത്താലേ ഇരുന്നു. അമ്മച്ചി വീട്ടിലിരുന്ന് അടുക്കിരുന്ന് പ്രാർത്ഥിച്ചു, സമാധാനത്താലേ. തമ്പുരാൻ കേട്ടോ ഇല്ലയോ? എന്തിനാ അബ്രഹാം കൊണ്ടുപോയി? എന്തിനാ? വെട്ടിക്കൊല്ലാൻ. സമ്മതിച്ചോ? 3 ദിവസമാണ് ധ്യാനം. ധ്യാനപീഠം, മരണക്കിടക്ക ഒരു ധ്യാനപീഠമാണ്. ആടിനെ എന്തുകൊണ്ട് നേരത്തെ കൊടുത്തില്ല? തൂപ്പൊടിക്കാൻ പോവും, പ്രാർത്ഥിക്കാനൊക്കത്തില്ല. എന്താ? പട്ടിണി കിടന്ന് പ്രാർത്ഥിച്ച മാതാപിതാക്കൾ മക്കൾക്ക് സൗകര്യവും കാറും ഡ്രൈവറും തന്നപ്പോൾ പള്ളിയിലൊക്കെ നേരത്തെ വരാൻ വയ്യ അല്ലേ? ആടിൻ്റെ കരച്ചിലുകൊണ്ട് പ്രാർത്ഥിക്കാൻ ഒക്കുമോ? ഹൃദയം നുറുങ്ങി, യഹോവ മനസ്സ് തകർന്നു. ഉള്ളമൊരുകുന്നൻ കണ്ണോ നിറയുന്നൻ. ആരുടെ കാര്യമാണ് പറയുന്നത്? ആരുടെ കാര്യമാണ് പറയുന്നത്? നിങ്ങളീ പാടിയത് നമ്മുടെ വല്യപ്പന്മാരുടെ കാര്യമാണ് കേട്ടോ, നമ്മുടെ കാര്യമല്ല. നമുക്ക് സിനിമ, സീരിയൽ, ആഴ്ച പിന്നെ ഡിപ്പോസിറ്റ്, ലോക്കറ്. പട്ടിണി കിടക്കണം, ബുദ്ധിമുട്ടറിയണം, കുറഞ്ഞ പക്ഷം വാളോ മുള്ളോ മുൾക്കിരീടോ വേണം. എന്നിട്ട് വേണം പാടാൻ. ഉള്ളമൊരുകുന്നൻ കണ്ണോ നിറയുന്നൻ ചങ്കോതകരുന്നൻ രക്ഷ. മനസ്സിലാകുന്നു? താഴ്മയുടെ ഒരു അർത്ഥത്തിലേക്ക് കാണണം. ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധന് നാമുള്ളവനുമായവൻ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഉന്നതനും പരിശുദ്ധനുമായി വസിക്കുന്നു. എങ്കിലും താഴ്മയുള്ളവരുടെ മനസ്സിനും മനസ്താപമുള്ളവരുടെ ഹൃദയത്തിനും ചൈതന്യം വരുത്തുവാൻ മനസ്താപവും മനോവിനയമുള്ളവരുടെ കൂടെ വസിക്കുന്നു. അനുതാപത്തിൽ കൂടെ ചൊല്ലുന്നതും താഴോട്ട് പോയിക്കൊണ്ടിരിക്കണം. അനുതാപത്താലൻ നയനം സ്വർഗനാട്ടിലൻ പ്രിയൻ തീർത്തിടും. സ്വർഗ പാടുപെണ്ണുങ്ങൾ കള്ളികൾ ധ്യാനിക്കാൻ വന്നിരിക്കുക. എന്തിനാ വെച്ചാൽ അവിടെ ഇവിടെ നിരങ്ങുന്ന ഇവിടെ കൊണ്ടുവന്ന്, അവിടെ ഇവിടെ നിരങ്ങുന്ന പെണ്ണുങ്ങൾ ഇവിടെ വിളിച്ചോണ്ട് വന്ന് എന്തിനാ? അനുതാപത്താലൻ നയനം നനയുന്നെങ്കിലും അനുനിമിഷം പെരുകി വരുന്നു പാപങ്ങൾ. കരുണാക്കടലെ കനിയണം. പാപബോധം കൂടുന്തോറും പാപം കുറയുന്നെങ്കിലും പാപബോധം കൂടിക്കൊണ്ടേയിരിക്കുന്നു. പെന്തിക്കോസിൽ പോയാൽ പാപം കൂടുന്നു, പാപബോധം പാപമില്ല. പാപമോചനം വേണ്ട, അതുകൊണ്ട് പട്ടക്കാരൻ വേണ്ട, അതുകൊണ്ട് കുർബാന വേണ്ട, അതുകൊണ്ട് പള്ളി വേണ്ട. ശരിയല്ലയോ? ഇത് തിരിച്ചാ. ഇങ്ങനെ അച്ഛൻ നടന്നു വന്ന് ഇങ്ങനെ കയറി പദവിയോടെ സ്വർഗത്തോളം എന്ന് ഗോവയിൽ കണ്ടപ്പോഴാണ് ഞാനോ ബലഹീനും മഹാ പരിമലത്തരുവേനെ ഇന്നിവിടെ ചൊല്ലിയാലും ആ വാചകം പറയും. അത് വിശുദ്ധനാണ്. ദൈവത്തിൻ്റെ മഹത്വം കണ്ട ഏശയ്യാദീർഘദർശി പറഞ്ഞെന്താ? ഏശയ്യാ 6-ന്റെ അധ്യായം. അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, അയ്യോ ഞാൻ നശിച്ചു, എൻ്റെ നാക്ക് ശരിയല്ല. നമ്മുടെ എന്താ ശരിയല്ലാത്ത നാക്ക? എൻ്റെ നാക്ക് ശരിയല്ല, ചുറ്റുപാടുകളുടെ നാക്കും ശരിയല്ല. ഭർത്താവ് മുട്ടിട്ട് താങ്ങിയാൽ മുട്ടിന് എല്ലുണ്ട്, നാക്കിന് ഏതാ കട്ടി കൂടുതൽ? കത്തിക്കുത്തിനേക്കാൾ വലിയ കുത്താണ് കുത്തുവാക്ക്. അതിനേക്കാൾ വലുതാണ് മനസാക്ഷി കുത്ത്. ഈ മനസാക്ഷി കുത്ത് മാറാനാണ് കുമ്പസാരിക്കാൻ പറയുന്നത്. അല്ല അച്ഛന് കേൾക്കേണ്ടിയിട്ടൊന്നുമല്ല. മനസ്സിലാവും? ഈ സഭയെയും സഭയുടെ കെട്ടുപാടും നശിപ്പിക്കാനായി സാത്താൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നു. അവനെ പോരാടി തോൽപ്പിക്കണം. അവസാനത്തോളം സഹിച്ചു നിന്ന്
അനുതാപം മാത്രം വരുമ്പോൾ ആശ്രയം വരും. യഥാർത്ഥ അനുതാപികൾ ദൈവമല്ലാതെ ആശ്രയിക്കുക. റിപ്പൻറ്റൻസ് ആൻഡ് ഡിപ്പെൻഡൻസ്. എന്താ? വിനയമുണ്ടായി അനുതാപത്തിൽ താഴോട്ട് പോകുമ്പോൾ നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാനല്ലാതെ മറ്റൊരു മാർഗമില്ല. ചിലർ കുതിരകളിലും രഥങ്ങളിലും, ഞങ്ങളോ ഞങ്ങളുടെ യഹോവയിൽ ദൈവമല്ലാതെ വേറെ ആശ്രയമില്ല. പണ്ട് ദൈവാശ്രയം മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ ദൈവാശ്രയം പരാശ്രയം കൂടെ വന്നു. കല്യാണമൊക്കെ പിന്നെ കുറിയൊക്കെ കൊടുത്ത് പിന്നെന്താ ഓശാരമൊക്കെ മേടിച്ച് ദൈവാശ്രയം ഉണ്ടായിരുന്നു. ഇപ്പം ദൈവാശ്രയം പോയി, പരാശ്രയം പോയി, സ്വാശ്രയം മാത്രമേ ഉള്ളൂ. എന്താ? പിള്ളേരെവിടെ പഠിക്കുന്നത്? സ്വാശ്രയ കോളേജിൽ. എന്താ? ഞങ്ങളുടെ പണത്തിൻ്റെ കൊഴുപ്പ് കൊണ്ടും പിള്ളേരുടെ മിടുക്കൊണ്ടും ഒക്കെ ആകുന്നു. പിന്നെ അവനെന്തെല്ലാം കാണിക്കുന്നു. രാത്രി 11 മണിക്ക് പോലും ബാറിൽ നിന്ന് ഇറങ്ങുന്ന 3 പെൺപിള്ളേരെക്കുറിച്ച് എൻ്റെ അടുത്ത് മംഗലാപുരം റിപ്പോർട്ട് കിട്ടി. രാത്രി 11 മണി. ഞാനിപ്പോൾ ആരും തിരക്കാറില്ല. പണ്ട് തിരക്കി മോള് വരുന്നില്ലല്ലോ എന്ന് വിളിച്ചപ്പം തള്ള പറയുക ദൂരെ കൂടുതലാ. എന്താ? കേരളത്തിൽ നിന്ന് ദൂരത്തിൻ്റെ 10 കിലോമീറ്റർ പോയാൽ മതി പള്ളി വരാൻ. ഞാൻ വേണ്ടിയാ. പിന്നെ പറഞ്ഞു അവൾക്ക് ഒറ്റയ്ക്ക് പോകാൻ പ്രയാസം. ഞാൻ പറയും ശരിയാണ്, ഞാൻ കാണുമ്പോഴൊക്കെ ഒരു വായി നോക്കി അവിടെ കൂടെ ഉണ്ടായിരിക്കും. ഞാനിപ്പോൾ ഒന്നും പറയാറില്ല. ഞാൻ എന്തിനാ? അതുകൊണ്ട് റിപ്പൻറ്റൻസ് ആൻഡ് ഡിപ്പെൻഡൻസ്. എന്താ? ദൈവത്തിലുള്ള ശരണമല്ലാതെ ഒരു പണിയും നടക്കത്തില്ല. നമ്മുടെ ജീവിതം ഇവിടത്തേക്ക് മാത്രമല്ല. വസ്തുവിന് പ്രമാണമുള്ളതുപോലെ നമ്മുടെ പ്രമാണമാണ് വിശ്വാസ പ്രമാണം. എന്താ? ആ വിശ്വാസ പ്രമാണം ജനിക്കുമ്പോഴും മരിക്കുമ്പോഴും ചൊല്ലണമെന്നാണ്. ഇനിയെങ്കിലും ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ നിങ്ങൾ അടുത്തുണ്ടെങ്കിൽ ആ സമയത്ത് വിശ്വാസ പ്രമാണം ചൊല്ലണം. മുസ്ലിം ചെവിയിൽ ഓതും, മരിക്കുമ്പോൾ ചൊല്ലണമെന്നാണ്. ഇന്നലെ ഒരു മരണം, അബുദാബിയിലുള്ള ഒരാളുടെ അമ്മയാണ് മരിച്ചത്. അപ്പോൾ ഈ മോക്ക് തോന്നി അമ്മയൊന്ന് വിളിക്കണമെന്ന്. അപ്പോൾ അമ്മയെ വിളിച്ചപ്പോൾ ഈ സ്ത്രീയുടെ സിസ്റ്റർ അവിടെ ഉണ്ട്. ഞാൻ പറഞ്ഞു ഒരു വീഡിയോ കോളിയുടെ അമ്മയൊന്ന് കാണട്ടെന്ന്. അബുദാബിക്കാരുണ്ടല്ലോ, ജോൺസൺ കാട്ടൂരിൻ്റെ വൈഫിൻ്റെ അമ്മയാണ് മരിച്ചത്. വീഡിയോ കോളിൽ അമ്മയെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അമ്മ മരിക്കുന്നു. ഒരു ഭാഗ്യമല്ലേ ഒരു വിധത്തിൽ. വന്ന് കാണാൻ പറ്റിയില്ലെങ്കിലും അമ്മ കിടക്കുന്നു, മരിക്കുന്നു, കാണുന്നു. എന്നെ വിളിച്ചു പറഞ്ഞു, ഞാൻ വിളിച്ചു. അതൊരു ഭാഗ്യം. അമ്മ മരിക്കുന്ന കണ്ട് അടുത്ത് വന്നതുപോലെയല്ലേ. ഓരോരുത്തർക്കും ഓരോ വിധത്തിലാണുള്ളത്. നമ്മളെ സംബന്ധിച്ച് കണ്ടാലും കണ്ടില്ലേലും അവരാരും മരിക്കുന്നില്ല, വാങ്ങിപ്പോകുന്നതേ ഉള്ളൂ. എന്താ? അടുപ്പിൽ നിന്ന് ചോറ് വാങ്ങി വെച്ചത് ഇല്ലാതാകുകയല്ല, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്ത് അതേപോലെ തന്നെയുണ്ട്, വാങ്ങിപ്പോകുന്ന ആത്മാക്കളാണ്. നമ്മുടെ പ്രാർത്ഥനകളെല്ലാം ഈ ഭൂമിയിലെ ചൊറി മാറാനും പനി മാറാനൊന്നുമല്ല. അത് മാറേണ്ടതൊക്കെ മാറട്ടെ, നിൽക്കേണ്ടതൊക്കെ ഏതായാലും പൗലോസ്ലിഹായുടെയും മാതാവിൻ്റെയും യേശുക്രിസ്തുവിൻ്റെയും ഒന്നും മാറ്റിക്കൊടുത്തു. ഇത് വളരെ നല്ലതാണ്, സൗഭാഗ്യമാണ്. ഇതില്ലെങ്കിൽ ദൈവത്തെ വിളിക്കത്തില്ല. വഴിതെറ്റിപ്പോവാൻ എളുപ്പമുണ്ട്. കഷ്ടതയിലാകുന്നവൻ തെറ്റിപ്പോയി, ഇപ്പോഴും നിന്റെ വചനത്തെ ഞാൻ പ്രമാണിക്കുന്നു. ഇതൊക്കെ വളരെ നല്ലതാണ്. വന്നില്ലേ, പ്രസവിക്കാൻ ഒക്കുമോ? പ്രസവേന വേണോ? വേണ്ട. വേദനിക്കാൻ വയ്യ, എന്നാലും കുത്തിവെച്ച് വേദനിപ്പിക്കും. ഇവിടെ കാശ് കൊടുത്ത് വേദനിക്കാൻ തന്നെ വേദനിച്ചപ്പോൾ എത്രയും കാശില്ലാവില്ലേ? വേദനയില്ലാതൊരു പരിപാടിയില്ല. അതുകൊണ്ട് ഈ വേദനകൾ സഹിക്കണം. ഇതൊക്കെ സഹിക്കണമെങ്കിൽ ദൈവം ഉള്ളിൽ വരണം. മാതാവ് സഹിച്ച എന്താ? ദാസിയുടെ രൂപത്തിൽ വന്നു. കണ്ടാലും ഞാൻ കർത്താവിൻ്റെ, നിൻ്റെ വാക്കുപോലെ എനിക്ക്, അതാണ് സംഗതി. അവൻ തൻ്റെ ദാസിയുടെ താഴ്ചയെ, ഈ പുസ്തകത്തിൽ താഴ്മയെന്നാണ് പരിപാടി. താഴ്മയല്ല, താഴ്ചയാണ് ശരിയായി. ഇപ്പോൾ എല്ലാം ഇങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ. ബുദ്ധിമാന്മാർ, ഭക്തന്മാരെഴുതി തന്നെ ബുദ്ധിമാന്മാർ മാറ്റിവെക്കുന്നു. താഴ്ച കണ്ടാൽ ലോലി എസ്റ്റേറ്റ് എന്നാണ്. താഴ്ചയിൽ ചെയ്യുന്നതിലേ താഴ്മ ഉണ്ടാകത്തുള്ളൂ. താഴ്ച കണ്ടാലും തന്നെ ദാസിയുടെ താഴ്ചയെ അവൻ കടാക്ഷിച്ചിരിക്കുന്നു. ഇതാണ് സംഗതി. ദൈവമാതാവിൻ്റെയും
ഈ തോമാസ് സഹോദരൻ കർത്താവിൻ്റെ സഹോദരന്മാരുടെയൊക്കെ സ്ഥാനം നമുക്ക് ദൈവം കൽപ്പിച്ച് തന്നിട്ടുണ്ട്. കുറഞ്ഞ പക്ഷേ എന്താ വന്ന് ചോദിച്ചില്ലേ, നിൻ്റെ അമ്മയും എൻ്റെ അമ്മ ആര്? ദൈവത്തിൻ്റെ വചനം കേട്ട് അനുസരിക്കുന്നവരാണ് എൻ്റെ അമ്മയും. ദൈവം തമ്പുരാൻ വന്നിട്ട് തൻ്റെ മകനെ അയച്ചിട്ട്, മൂത്തപുത്രനാണ്, ആദ്യജാതനാണ്, നമ്മൾ സഹോദരങ്ങളാണ്. അതുകൊണ്ടാണ് നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. എൻ്റെ പിതാവേ എന്ന് പറയാനൊക്കത്തില്ല, ഞങ്ങളുടെ. കർത്താവിനെക്കുറിച്ച് തന്നെ പറയുമ്പോൾ എൻ്റെ പിതാവെന്ന് പറയും, നമ്മളുമായിട്ട് ചേർത്ത് ഞങ്ങളുടെ പിതാവ്. പരസ്പര ബന്ധമോ സഹകരണമോ ഇല്ലാതെ പ്രാർത്ഥിക്കാൻ നമുക്ക് അനുവാദമില്ല, പ്രാർത്ഥിച്ചാലത് കേൾക്കത്തുമില്ല. ദൈവം പിതാവായും നമ്മളെല്ലാവരും സഹോദരങ്ങളായും സഭ മാതാവായും ഒരുപോലെ തരണം. അങ്ങനെയാണ് നമ്മൾ കൂടി വന്ന് പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ പ്രാർത്ഥന ആ വിധത്തിൽ ദൈവം കേൾക്കുവാൻ ഇടയായിത്തും. ദൈവത്തിൻ്റെ ഇഷ്ടം ലൂക്കോസ് 8:20 ദൈവത്തിൻ്റെ വചനം കേട്ട് അനുസരിക്കുന്നവരാണ്. താഴ്മയോട് ചേർന്ന് ഒരു വാക്കും കൂടെ കർത്താവ് പറയാറുണ്ട്, അതിൽ ഓർക്കുന്നുണ്ടോ? താഴ്മയോട് ചേർന്ന് വേദപുസ്തകം വായിക്കുമ്പം കിട്ടുന്നതാ, സമയം കളയണ്ട അല്ലേ? അത് വേറെ പകരം വാക്കാണ്, അല്ലാതെ സൗമ്യത. മത്തായി 11:28 എൻ്റെ മുഖം അധ്വാനിക്കുന്നവരും നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവേൻ, നിങ്ങൾ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്താം. എൻ്റെ മുഖം, ഞാൻ താഴ്മയും സൗമ്യതയുമുള്ളവനാകയാൽ. എന്താ പറഞ്ഞു? ഭക്തിയോടെ ശ്രദ്ധിക്കണം, നീതിയോടെ ശ്രദ്ധിക്കണം. ഈ സൗമ്യത പുരുഷന്മാർക്കാണോ കൂടുതൽ വേണ്ട, സ്ത്രീകൾക്കാണോ? കാര്യം എന്താ? ഏതായാലും പിതാക്കന്മാരെ എഴുതി വച്ചിട്ടുണ്ട് അല്ലേ? താങ്ങുക വൃദ്ധരെ, നിർമ്മലരാക്കുക പുരുഷന്മാരെ, ശക്തി യുവാക്കൾക്കേകീടണമേ വീര്യം നൽകി, സൗമ്യതയുള്ളോരാക്കി തീർക്കുക നാരികളെ നീ, ശിശുപാലകരെ പോഷണമേകി പാലിക്കണം. അല്ലാതെ കർത്താവേ അന്നമ്മയുടെ ചൊറി മാറ്റണമേ, ചിന്നമ്മയുടെ പനി മാറ്റണമേ, നമുക്ക് ആ പണിയൊന്നുമില്ല. നമുക്ക് ഓൾ ഇൻക്ലൂസീവാ. എന്താ? എല്ലാവരും അതിനകത്ത് വരും. പുരുഷന്മാർ ശക്തി എന്ന് വെച്ചാൽ വീര്യം എന്ന് വെച്ചാൽ സുഹൃതങ്ങൾ ചെയ്യാനുള്ള ശക്തിയാണ്, സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള വീര്യമാണ്, വെർച്യൂസ്. പുരുഷന്മാരെയും യുവാക്കളെയും സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ഇനി ആരും അതിൽ നിന്ന് പോയിട്ടില്ല, എല്ലാവരെയും ഉൾക്കൊണ്ട ഓൾ ഇൻക്ലൂസീവ്. സൗമ്യത, സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ വെറുതെയാ, അവരുടെ ഭൂമി വല്ലവരും പറിച്ചുകൊണ്ട് പറ്റിയെടുത്തുകൊണ്ട് പോകത്തേ ഉള്ളൂ. നിങ്ങൾ സൗമ്യമായിട്ട് ഉള്ള ഭൂമിയും കൂടെ മാന്തിക്കൊണ്ട് പോകും. ഈ ഭൂമി ഇവിടെയല്ല, ആ ഭൂമി എന്നുള്ള പാക്ക് മാറ്റി. ദൈവരാജ്യം അതിൻ്റെ തുടക്കം എങ്ങനെയാ? ദരിദ്രരായവർ നിങ്ങൾ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം ആ ഭൂമിയുടെ കാര്യമാണ്. വെളിപാട് അവസാനം പുതിയ ആകാശവും സൗമ്യതയുള്ളവർ ഭാഗ്യവാൻ, അവർ ഭൂമിയെ, ഏത് ഭൂമിയാ? ദൈവരാജ്യത്തിൽ ഒരവകാശം കിട്ടുമെന്ന. കിട്ടിയോ? ഇതൊക്കെ നല്ലപോലെ മനസ്സിലാക്കണം. ഇതിനകത്ത് അർത്ഥമുണ്ട്. നിൻ്റെ വചനത്തിൻ്റെ വികാസനം എനിക്ക് പ്രകാശപ്രദമാണ്, അതിൻ്റെ അർത്ഥം കിട്ടണം. അപ്പോൾ സൗമ്യത എന്താ? ഇതൊക്കെ വരുമ്പോൾ അത് ധ്യാനമായി മാറിക്കഴിയും. പിന്നെ പ്രത്യേകിച്ച് നിങ്ങൾ ശ്വസിക്കാൻ എവിടെയെങ്കിലും പോകാറുണ്ടോ? ഉണ്ടോ? പണ്ട് പെണ്ണുങ്ങൾ പറയുമായിരുന്നു, ഓ ശ്വാസം വിടാൻ നേരമില്ല എന്നും പറഞ്ഞ് ഇരുന്ന് ശ്വസിക്കുകയെന്ന്. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും ഉറങ്ങുമ്പോഴൊക്കെ ശ്വസിക്കരുതോ? ഉറങ്ങുമ്പോൾ ശ്വസിക്കുന്നുണ്ടോ? അറിയുന്നുണ്ടോ? ആര് പറഞ്ഞില്ലെന്ന്? പിന്നെ ഈ ചെറിയപ്പം തുമ്മി എന്താ? അതുപോലെ ശ്വാസോച്ഛ്വാസം ചെയ്യുന്ന പോലെ പ്രാർത്ഥന വരും. അതിനാണ് സൂത്താറ നമസ്കാരം, കിടക്കുന്ന മുമ്പേ ശയന നമസ്കാരം. പ്രാർത്ഥിച്ചുകൊണ്ട് കിടക്കുന്നവർ കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയും ഉറങ്ങിക്കൊണ്ട് പ്രാർത്ഥിക്കുകയും പ്രാർത്ഥിച്ചുകൊണ്ട് ഉണരുകയും ചെയ്യും. ഇപ്പോഴത്തെ കച്ചവടത്തിൻ്റെ ഇടയ്ക്ക് ഇത് പറ്റത്തില്ല കേട്ടോ.
വലിയ മുടക്കുമുതലൊന്നുമില്ല. ചില ത്യാഗങ്ങളും കഷ്ടങ്ങളും ഒക്കെ സഹിച്ചാൽ മതിയാകും. ഭൂമിയിലെ രസമൊന്നും കിട്ടത്തില്ല, അതിനെ നിരസിക്കണം. ഈ ലോകത്തിലെ സകല രസങ്ങളും നിരസിക്കണം. ഐഹിക നേട്ടത്തിനു പകരം നിന്നെ സമ്പാദിപ്പാനും നിന്നെ സ്നേഹിച്ച് ലോകം നിരസിപ്പാനും കൃപ ചെയ്യ. ഈ ലോകത്തിൽ താമസിച്ചേ പറ്റൂ, വസിച്ചേ പറ്റൂ. ഈ പ്രദേശങ്ങളുള്ളവർക്കൊക്കെ വള്ളം അത്യാവശ്യമാണല്ലോ. ഒരു സമയത്തായിരുന്നു. വള്ളത്തിൻ്റെ പ്രയോജനം വെള്ളമുള്ളിടത്താണ്, പക്ഷെ വള്ളത്തിൽ വെള്ളം കയറാൻ പാടില്ല. നാം ഭൂമിയിൽ വസിക്കേണ്ടവരാണ്, ഭൂമി നമ്മിൽ വസിക്കാൻ പാടില്ല. ലൗകിക അവിടെയാണ് ഉടുക്കുവാനും ഉണ്ണുവാനും ഉണ്ടെങ്കിൽ മതിയെന്ന് വെക്കണം. അതിനപ്പുറം വന്നാൽ നിങ്ങളുടെ ഭാരം, വേദനകളെ, വിഷമങ്ങളെ മാറത്തില്ല. അതിന് ദൈവമോ സഭയോ ഉത്തരവാദികളല്ല. ഇഹലോക ചിന്തകളും ധനത്തിൻ്റെ വഞ്ചനയും മറ്റു വിഷയമോഹങ്ങളും ഉള്ളിൽ കടന്ന് വചനത്തെ ഞെരുക്കി നിഷ്ഫലമാക്കി കളയുന്നു. പറയാൻ വളരെ പ്രയാസമാണ്, വളരെ പ്രയാസമാണ്. വിശ്വസിക്കണം. വാരിക്കൂട്ടി വെച്ചിട്ട് എന്താ കാര്യം? വാരിക്കൂട്ടിക്കോ. 1-ാം സങ്കീർത്തനം, ആറ്റരികത്ത് നട്ടിരിക്കുന്ന എല്ലാവർക്കും ഇഷ്ടമാണ്. കൊലം മറിഞ്ഞ് തേങ്ങ കിടക്കും അല്ലേ? പക്ഷെ മനസ്സിലാക്കേണ്ട അത് മാത്രമല്ല, നീതിമാന്മാർ അധ്വാന ഫലത്തിൽ മുന്തിയ പങ്കും മറ്റുള്ളവർ കൊടുക്കും. ഒരു തെങ്ങും തേങ്ങ തിന്നിട്ടില്ല, ഒരു മാവും മാങ്ങ തിന്നിട്ടില്ല, ഒരു പിലാവും ചക്ക തിന്നിട്ടില്ല, ഒരു വൃക്ഷം അതിൻ്റെ ഫലം. ഈ വൃക്ഷഫലം എന്തിനാണ്? മറ്റുള്ളവർക്കാണ്. അപ്പോഴാണ് നമ്മൾ നീതിമാന്മാർ. ഈ വൃക്ഷത്തിന് നിലനിൽപ്പാനുള്ള വളവും വെള്ളവും മാത്രം കൊടുക്കും. നമ്മുടെ നിലനിൽപ്പിനുള്ള അതാ ഉടുക്കുവാനും ഉണ്ണുവാനും എന്ന് പറയുന്നതിൻ്റെ കാര്യം. നാളത്തെ എങ്ങനെയാണ്? നാളെ കൊണ്ട് മണ്ടത്തരം കാണിക്കാം, ഞാൻ പാടിക്കോളാം, നിങ്ങളെന്നെ ഏറ്റുകൊണ്ടുണ്ട. നാളെ കൊണ്ടൻ മനസ്സിൽ ലവലേശം ഭാരമില്ല. ഒരുപാട് പേര് ചോദിച്ചു, അരമനയ്ക്ക് എത്ര കോടിയായും? 2 കോടി 3 കോടി 10 കോടിക്കകത്താകും. ലോകത്തിലേക്കും വില. അത് കൂതാശിന്ന് അന്ന് തന്നെ മറ്റൊരു പ്രോജക്റ്റ് പ്രഖ്യാപിച്ചിരിക്കും. ഒരു 5ഓ 6ഓ നിലയുള്ള ഫ്ലാറ്റ് ദൈവം അനുവദിച്ചാൽ അവിടെ പാലിയേറ്റീവ് കെയർ സെൻറ്റർ, ഓൾഡ് ഏജ് ഹോം, പിന്നെ ഒരുപാട് സ്ഥലം വേണ്ട, എല്ലാം കൂടെ ദൈവം അനുവദിച്ചാൽ ലോകത്തിലേക്കും വില കുറഞ്ഞ സാധനം പണമാണ്. പണക്കാരൊക്കെ ചിരിക്കട്ടെ, കളിയാക്കട്ടെ. ഏലിയാവിൻ്റെ കാക്ക പണത്തിൻ്റെ പുറകെ പോകണ്ട. അരമന പണിഞ്ഞ് എനിക്ക് മനസാക്ഷി കുത്ത്. എൻ്റെ ഒരു ആയുസ്, മെത്രാന ഒരു ആയുസ് ഒരു കെട്ടിടം പണിഞ്ഞ് നശിപ്പിക്കാനാണോ? ആണോ? അങ്ങോട്ട് ചെല്ലുമ്പോൾ അതാണോ ചോദിക്കുന്നത്? അവിടെ ചോദിക്കുമ്പോൾ എത്ര പേർക്ക് ആഹാരം കൊടുത്തു, വസ്ത്രം കൊടുത്തു, എത്ര രോഗികളെ ചികിത്സിച്ചു? ആ മനസാക്ഷി കുത്താണ്. കാലം ചെയ്യുന്നില്ലെങ്കിൽ ദൈവം നടത്തട്ടെ. വില കുറഞ്ഞ ഐ ഹാവ് നെവർ സീൻ സച്ച് എ ചീപ്പ് തിങ് ആസ് മണി. പണത്തിൻ്റെ അത്രയും വില കുറഞ്ഞ സാധനം ഞാൻ കണ്ടിട്ടില്ല. നിങ്ങളെ കളിയാക്കേ. ഏലിയാവിന് കാക്ക കൊടുത്തെങ്കിൽ, മോശയ്ക്ക് മന്ന കൊടുത്തെങ്കിൽ, ആ ദൈവം എവിടെ? ഏലിയാവിൻ്റെ ശിഷ്യൻ ഇരട്ടി ശക്തി മേടിച്ചു, യോർദാൻ കടന്നു വന്നു. ഏലിയാവിൻ്റെ പുതപ്പെടുത്തടി. ഏലിയാവിൻ്റെ ദൈവം എവിടെ? നിങ്ങളവിടെ മൈതാനത്ത് പോകണ്ട, ചോദിച്ചാൽ മതി, ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം എവിടെ? കഷ്ടപ്പെട്ട് ഞങ്ങളെ വളർത്തിയ ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം എവിടെ? പുതിയ ദൈവത്തെ ആരും കൊണ്ടുവരണ്ട. വിശുദ്ധി വരുമ്പോൾ അറിയാതെ താണുകൊണ്ടിരിക്കും. ഡെൻസിറ്റി കൂടും. എന്താ? സാന്ദ്രത കൂടിയാൽ മൺതരിക്ക് ഭാരമില്ലെങ്കിലും വെള്ളത്തിൽ താണുപോകും. ഡെൻസിറ്റി ഉള്ളതുകൊണ്ടാണ്. വലിയ മരക്കഷ്ണം ഭാരമുണ്ടെങ്കിലും പൊങ്ങിക്കിടക്കും. ഡെൻസിറ്റി ഉണ്ടാകട്ടെ. വിശുദ്ധിയുടെ ഭാരം കൊണ്ട് താഴട്ടെ. ദൈവം തന്ന ഭാരം ദൈവം വഹിച്ചോളും. നിന്റെ ഭാരം യഹോവയുടെ മേൽ വച്ചുകൊള്ളുക, അവൻ നിന്നെ. അതുകൊണ്ട് നമുക്കെന്താ? ഭാരമെന്നോ ഇതെവിടാ? ഭാരമെന്നോ വ്യസനമെന്നോ നമുക്കൊരപ്പാൻ വകയെന്ത്. തീർന്നു. ഇന്നാളാണ്ട് പറഞ്ഞു, അത് തിരുമേടെ അമ്മ എഴുതിയതാന്ന്. എൻ്റെ അമ്മയ്ക്ക് വരെ പണിയൊന്നും ഇങ്ങനെ പാടുമായിരുന്നു, എഴുതുമായിരുന്നു.
അതിൻ്റെ ബാക്കി നിങ്ങൾക്കറിയാം. അതിൻ്റെ ബാക്കിയാണ് കാക്കകളെ വിചാരി. നിക്ക് നിങ്ങൾ അതും ചൊല്ലണ്ട. കർത്താവ് പറഞ്ഞതാണ് കാക്കകളെ വിചാരിപ്പിൻ, വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നില്ല. ദൈവമേ, മനോഹരമായി വിശ്വസിച്ചുകൂടെ? ദൈവം നമ്മെ നടത്തും. എൻ്റെ ഭദ്രാസനത്തിൽ പണമുള്ളവരേ ഇല്ല. അബുദാബി കുറച്ച് പേരുണ്ട്. കുറേ പേര് ഒന്നുമില്ലാത്തൊരു കുടിയേറി പാർത്തവരാണ്. അവർക്കിപ്പോൾ ഉണ്ടായിട്ടും മനസ്സിലില്ലായ്മ മാറിയിട്ടില്ല. കുറേ പേര് ആർത്തി കൊണ്ട് സമ്പാദിക്കാൻ വന്നതാണ്. അവർക്ക് ആർത്തി തീർന്നിട്ടുമില്ല. എന്താ ഇല്ല, തിരുവില്ലയിൽ നമ്മൾ കൂടുതൽ പറഞ്ഞ പോലെ എന്നോട് പറയാ, എനിക്കവിടെ അല്പ സ്ഥലമുണ്ട്. ഞാൻ ചത്രണ്ട് 100 ഏക്കർ അല്പം. ദൈവത്തെ കണ്ട് ജീവിച്ചാൽ പോരെ? പിന്നെ എന്തിനാ പാടുന്നത്? മനുഷ്യനിലാശ്രയമോ ഇനി വേണ്ട. കള്ളികളിപ്പം പാട്ടൊക്കെ നിർത്തി. മനസ്സിലാകുന്നു? ദൈവത്തിലുള്ള ആശ്രയം കൊണ്ട് നമ്മുടെ പൂർവ്വ മാതാപിതാക്കൾ കഷ്ടപ്പെട്ട് നമ്മെ വളർത്തിയതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വളർത്താൻ സാധിക്കണം. ബുദ്ധിമുട്ടും ക്ലേശവും എന്താണെന്ന് മനസ്സിലാക്കണം. താഴ്മയോടുകൂടി വിനയത്തോടുകൂടി ദൈവസന്നിധിയിൽ നിന്ന് എത്രയും താഴെ നിന്നിട്ട് പ്രാർത്ഥിക്കണം. വിശുദ്ധിയുള്ളവരെങ്ങനെ ഇരിക്കും? താഴ്മയുള്ളവരായിരിക്കും, സൗമ്യതയുള്ളവരായിരിക്കും. അവരൊരുപാട് സഹിക്കേണ്ടി വരും. എന്ത് സഹിക്കണം? കഷ്ടം, നഷ്ടം, നിന്ന, പഴി, ദുഷി, ഇതെല്ലാം സഹിക്കേണ്ടി വരും. താഴ്മയുടെ ഒരു പ്രത്യേകതയാണ് ഇതെല്ലാം. എങ്ങനെ സഹിക്കും? പെറുപെറുപ്പില്ലാതെ. വലതുവശത്തെ കള്ളൻ സഹിച്ചെങ്കിലും പെറുപെറുത്തവരെല്ലാം കനാൻ നാട്ടിൽ നശിച്ചുപോയി. പെറുപെറുപ്പില്ലാതെ സഹിക്കണം. സഹനം. കർത്താവിനെ തുപ്പി, തിരിച്ചു തുപ്പിയോ? അടിച്ചു, തിരിച്ചടിച്ചോ? പിന്നെ അതുകൊണ്ടാണ് തൻ്റെ താഴാഴ്മയ്ക്ക് സ്തുതി. താഴാഴ്മയുടെ ലക്ഷണമായതല്ല. അല്ലാതെ എന്നെ തല്ലരുത്, ഞാനോ കുറയണം. ഈ ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ മഹത്വം കണ്ടവർ താണു കഴിഞ്ഞാൽ, അങ്ങനെ ജീവിച്ചാൽ അവരെ മഹത്വത്തിലേക്ക് ദൈവം പ്രവേശിക്കും. അതുകൊണ്ടാണ് വിശുദ്ധിയുടെ ആ ജീവിതം നമുക്ക് വിശ്വസിച്ചാലേ ദൈവം ദാനമായിട്ട് തരേണ്ടതാണ്. വിശ്വാസത്തോടൊപ്പം നമുക്ക് ദൈവം തരുന്ന മറ്റൊരു വരദാനമാണ് കഷ്ടാനുഭവം. എന്താ? വിശ്വാസവും കഷ്ടതയും. ഇത് രണ്ടും. അപ്പോസ്തലപ്രവൃത്തി 14-ാം അധ്യായം 22-ാം വാക്യം. വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും അനേക കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാണെന്നും പ്രബോധിപ്പിച്ച് ശിഷ്യന്മാരുടെ മനസ്സുറപ്പിച്ചു. എന്താ ചെയ്യേണ്ടത്? വിശ്വാസത്തിൽ. അതുകൊണ്ടാണ് ദീപശിഖ കൊണ്ടുപോകുന്നത്. തലമുറ കൈമാറി നെർണംപള്ളിയിൽ നിന്ന് ദീപശിഖ കൊണ്ടുപോയതിൻ്റെ അർത്ഥം എന്താ? അപ്പോസ്തല വിശ്വാസം ഞങ്ങൾ സ്ഥിരമായി പിന്തുടരും. പരുമലപ്പള്ളിയിൽ ദീപശിഖ കൊണ്ടുപോയാൽ പരുമല തിരുമേനി വിശ്വാസം ഞങ്ങൾ സ്ഥിരമായി കാത്തു സൂക്ഷിക്കും. ചില ബഹളമൊക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ അർത്ഥം അതാണ്. വിശ്വാസത്തിൽ എപ്പോഴാ കഷ്ടങ്ങളും നഷ്ടങ്ങളും ഒക്കെ വരും. എന്നാലും അന്ന് എൻ്റെ കൂടെ പണ്ട് പിന്നെ ദോശയുടെ കൂടെ സംബന്ധി തരുന്ന ഒരു പാടുമായിരുന്നു. കഷ്ടനഷ്ടമേറി വന്നാൽ ഭാഗ്യവാനായി തീരുന്നു ഞാൻ, കഷ്ടമേറ്റ കർത്താവോടു കൂട്ടാളിയായി തീരുന്നു ഞാൻ. ഇതൊക്കെ പാടിയൊക്കെ ഒരു രസമൊക്കെ വരും. അപ്പം കഷ്ടപ്പെടാനൊരു സുഖമൊക്കെ ഉണ്ട്. വിശ്വാസത്തിൽ നിലനിൽക്കണം. സ്ഥിരത. എന്താ സ്ഥിരത? അല്ലാതെ ഇവിടെ മാമൂസ മുക്കി അവിടെ കല്യാണം നടത്തി അപ്പുറത്ത് പോയി പാട്ടിയാൻ പറ്റത്തില്ല. വിശ്വാസസ്ഥിരത. കഷ്ടങ്ങളിൽ ധീരത. എന്താ? അപ്പം സ്ഥിരതയും ധീരതയും. ഈ വിശ്വാസത്തിൻ്റെ സ്ഥിരതയും ഈ ധീരതയുമാണ് തോമാശ്ലീഹ ഇവിടെ എത്തിച്ചതും അപ്പോസ്തലന്മാരെ എല്ലാം രക്തസാക്ഷികളാക്കിയതും സഹോദരന്മാർ ഇത്രയും ഉണ്ടായതും ഈ വിശ്വാസത്തിൻ്റെ സ്ഥിരതയും. മരിക്കേണ്ടി വന്നാലും വിശ്വാസം കളയത്തില്ല. വിശ്വാസത്തിൻ്റെ സ്ഥിരതയും കഷ്ടങ്ങൾ ധീരതയും.
ദൈവത്തെ കാണണമെങ്കിൽ വിശുദ്ധിയിൽ വരണം. പറഞ്ഞല്ലേ, ഹൃദയശുദ്ധിയുള്ളവർ അവർ ദൈവത്തെ, ആ വിശുദ്ധിയിൽ കൂടെ വിശ്വാസത്തിൻ്റെ സ്ഥിരതയും കഷ്ടങ്ങൾ ധീരത വരുമ്പോൾ, അതുകൊണ്ട് എല്ലാ കുർബാനയും ചൊല്ലുന്നത് മശിഹായെ കാൺമാൻ കാക്ഷിച്ചൊരു സഹദേർ വാളാൽ ചിറകുകൾ പൂൺ ഉന്നത പദമേറി. മശിഹായെ കാൺമാൻ കാക്ഷിച്ചൊരു സഹദേർ വാളാൽ ചിറകുകൾ പൂണ്ടുന്നത നമ്മുടെ കഷ്ടവും പ്രയാസവും ഒക്കെ സഹിക്കാനുള്ള പ്രേരണ കൂടാണ് ഇതിൽ കൂടെ കിട്ടുന്നത്. ഇതൊന്നും മാറത്തില്ല. അവസാനത്തോളം സഹിച്ച് നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. വിശുദ്ധ മത്തായി 24:13 അവസാനത്തോളവും സഹിച്ച് നിൽക്കുന്നവൻ രക്ഷിക്കുക. അവസാനം എന്ന് പറഞ്ഞ ഏതാ? അവസാനം ഏതാ? നമ്മുടെ പ്രാർത്ഥനകളും കൂദാശകളും ശുശ്രൂഷകളും എല്ലാം അവസാനിപ്പിക്കുന്നത് ഭൂതകാല ദർശനത്തോടാണ്, ഭാവികാല ദർശനത്തോടാണ്. ഭാവി കണ്ടുകൊണ്ടാണ് നിർത്തുന്നത്. വിശ്വാസ പ്രവണത എങ്ങനെ നിന്നത്? മരിച്ചവരുടെ ഉയർപ്പിനും വരുവാൻ ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കിപ്പാർക്കുന്നു. കുറിയലായിസോൻ കുറിയലായിസോൻ കുറിയലായി. ഞങ്ങളുടെ കർത്താവെ ഞങ്ങളോട് കരുണ ചെയ്യണമേ, കൃപയുണ്ടായി കരുണ ചെയ്യണമേ, ഉത്തരമരളി കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ നിനക്ക് സ്തുതി, ഞങ്ങളുടെ കർത്താവെ നിനക്ക് സ്തുതി. ഇപ്പൊ ശരണം ഏതാ? ശരണം അനുതാപവും ശരണവുമേ ഉള്ളൂ. വലതുവശക്കളെ അനുദപിച്ചു, ദൈവത്തിൽ ശരണപ്പെട്ടു. പാപിനിയാശ്രീ അനുദപിച്ചു, ദൈവത്തിൽ ശരണപ്പെട്ടു. പ്രായമായി ചാകുന്നതിന് തൊട്ട് മുമ്പെങ്കിലും എവിടുന്നെങ്കിലും ആ അച്ഛനെ കൊണ്ടുവന്ന് വീണിന്നെത്തിക്കാൻ വരുന്നത് അനുദപിക്കുവാനും ആ ശരണത്തോടെ പോകാനും വേണ്ടിയാണ്. കിട്ടിയോ? വലതുവശത്തെ കള്ളൻ അവസാനം അനുദപിച്ചു, ശരണപ്പെട്ടു. നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ ഈ രണ്ടാമത്തെ വരവ് നല്ല ശമരിയാക്കാൻ്റെ കഥയിലും അതാണ്. നീ പള്ളി വന്ന് ശുശ്രൂഷിച്ചെങ്കിൽ, പുരോഹിതന്മാർ പള്ളി നിനക്ക് ആവശ്യത്തിന് പ്രതിഫലം ഇവിടെ കിട്ടിയില്ലെങ്കിൽ, ചീത്തവിളിയാണ് കിട്ടിയെങ്കിൽ സാരമില്ല, അധികം വല്ലതും ചെലവിട്ടാൽ ഞാൻ തിരികെ വരുമ്പോൾ തന്നുകൊള്ളാം. ഇതാണ് നമ്മുടെ പ്രത്യാശ. വിശ്വാസം, പ്രത്യാശ. ഈ പ്രത്യാശയാണ്, ഭൂമിയിലെ പ്രത്യാശയല്ല. എൻ്റെ കർത്താവ് രണ്ടാമത് വരും. വെളിപാട് കർത്താവേ വേഗം വരണമേ. കർത്താവ് വരും, അവൻ പ്രതിഫലം തരും. ആ പ്രതിഫലം നോക്കിയുള്ള കാത്തിരിപ്പാണ്. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു. അവൻ എങ്കിലേക്ക് നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവന്, ഈ വിശുദ്ധിയുടെ അംശമാണ്, നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി. എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി. എൻ്റെ ഗമനത്തെ എൻ്റെ വായിൽ പുതിയൊരു, അത് പലരും എൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു. അത് പലരും, ബാക്കി പറ. പാട്ട് കണ്ടോ കേട്ടോ? പാട്ട് കേൾക്കാനുള്ള, പക്ഷേ ഇവിടെ പലരും അത് കണ്ടു. എൻ്റെ ജീവിതമാണ് ആ ഗാനം, എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റമാണ് ആ പുതിയ പാട്ട്. ശമരിയ ആ മഗ്ദലന മറിയം പുതിയ പാട്ടാണ്. വലതുവശത്തെ കള്ളൻ്റെ ജീവിതം പുതിയ പാട്ടാണ്. സക്കായുടെ ജീവിതം പുതിയ പാട്ടാണ്. അത് പലരും കണ്ട് ഭയപ്പെട്ടു. ഈ താഴ്മയുടെയും സൗമ്യതയുടെയും വിശുദ്ധിയുടെയും ഈ അനുതാപത്തിൻ്റെയും ആശ്രയത്തിൻ്റെയും ഒരു ജീവിതം കിടന്ന് ബഹളം വെക്കുന്നൊന്നുമല്ല. പാപിക്കൊരിക്കലും ബഹളം വെക്കാൻ അവകാശമില്ല. കർത്താവെ ഞങ്ങളോട് കരുണ തോന്നണേ. ഏറ്റവും കൂടുതൽ ശരണം വിധിക്കുന്നത് ശബരിമല പോകുന്നവരല്ല, ഓർത്തഡോക്സാണ്. പക്ഷെ നമ്മൾ പൊട്ടന്മാരും പൊട്ടികളൊന്നും ഓർക്കുന്നില്ല. മുമ്പ് പറഞ്ഞ പോലെ ദൈവമേ നീ സ്നേഹമാകുന്നു ചൊല്ലുന്നത് നമ്മളെല്ലാം ശരണമാണ്. ദുഃഖവെള്ളിയാഴ്ച എന്താ ശരണം വിളിക്കുന്നത്? നാഥാദേ സ്തുതിയും മാനം താതന്നും മഹിമാ വന്ദനകൾ ശുദ്ധ മാവിന്നും ഉണ്ടാകുൾ കൃപ പാപികളാം ഞങ്ങളിലും ലോറിശിലെ വാതിൽ കൊള്ളിൽ നിൻ
സിംഹാസനമണയണം നീ പ്രാർത്ഥന. സ്തോത്രം കർത്താവേ, സ്തോത്രം കർത്താവേ, നിത്യം ശരണവുമേ സ്തോത്രം. കണ്ടോ, ശരണം എവിടാ? ദൈവമാണ് നമ്മുടെ ശരണം. ആ ദൈവത്തെ നിത്തരം സ്തുതിക്കുക, അനുതാപത്തോടെ ദൈവത്തിൽ ആശ്രയിക്കുക, അനുതാപത്തോടെ ആരാധനയ്ക്ക് വരിക. പെട്ടെന്ന് ഭക്തി നിർത്തിയേക്കാം. പറഞ്ഞ സമയമൊക്കെ ഏകദേശം എത്രയായി? 12 രൂപ. 10-15 മിനിറ്റ് കൂടെ തരൂ. അതുകൊണ്ടാണ് വരുന്നില്ലെന്ന് പറയുന്നത്. ഈ ഓപ്പറേഷൻ സമയം പറഞ്ഞു കൊടുക്കാനൊക്കെ എനിക്ക് കുഴപ്പമില്ല, കുത്തിക്കെട്ടി തന്നേക്കാം. വേണേ ഇപ്പം തന്നെ കുത്തിക്കെട്ടി തന്നേക്കാം. ഞാൻ അച്ഛൻ പറഞ്ഞ ഇവർ കല്ലെറിയ അവസാനം പെട്ടെന്ന് നിർത്തേക്കാം. ഇതുപോലെ ഓരോന്നും പറഞ്ഞ ഇത് വേദപുസ്തകരെ പെട്ടെന്ന് തന്നെ വിനയത്തിനെ അങ്ങ് നിർത്തുക. വിശുദ്ധിയുടെ ഒരു ഭാവമാണ് താഴ്മയും സൗമ്യതയും അനുതാപവും ശരണവും. എന്താ മനസ്സിലാവുന്നു? താഴ്മ, വിനയം, സൗമ്യത, അനുതാപം, ശരണം. വേറൊന്നുമില്ല, ബാക്കിയൊക്കെ അവിടെ ഇരിക്കട്ടെ. വല്ലതൊക്കെ കയ്യിലുണ്ടെങ്കിൽ പാവങ്ങൾക്ക് വിരിച്ചു കൊടുക്കാം, അത്രയേ ഉള്ളൂ. അനുതാപം വന്നാൽ ചോദിക്കും, ഞങ്ങൾ എന്ത് ചെയ്യണം? സർപ്പസന്തതികളെ എന്ന് വിളിച്ചു. ഞങ്ങൾ എന്ത് ചെയ്യണം? 2 വസ്ത്രമുള്ളവൻ ഒന്നില്ലാത്തവന് കൊടുക്കട്ടെ. ആഹാര സാധനങ്ങളും അങ്ങനെ തന്നെ. ഓടി അങ്ങോട്ട് ചെല്ലുമ്പോഴേ കുറേ കാര്യങ്ങൾ ചെയ്തായിട്ട് വരും. അതുകൊണ്ട് രണ്ടാമത്തെ പറയാണ് വിശുദ്ധിയുടെ മറ്റർത്ഥമാണ് നന്മ. എന്താ നന്മ? ലൂക്കോസ് പറഞ്ഞിട്ട്, നല്ലവനായ ഗുരു നിത്യവൻ പ്രാപിപ്പാൻ നീ എന്നെ നല്ലവനെന്ന് വിളിക്കും. ദൈവം ഒരുവനല്ലാതെ നല്ലവനില്ല. പൂർണ്ണ വിശുദ്ധനാകയാണ്, പൂർണ്ണ നന്മയാണ്. നാം ദൈവത്തിൻ്റെ മക്കളാകുമ്പോൾ വിശുദ്ധരാകുന്ന പോലെ ആരായിത്തീരണം? നല്ലവരാകണം. ദൈവമേ, നീ നല്ലവനും നന്മ ചെയ്യുന്നവനുമാകുന്നു. സങ്കീർത്തനത്തിലാണ് 119:67 നീ നല്ലവനും നന്മ ചെയ്യുന്നവനുമാകും. നല്ലവരാണെങ്കിൽ നല്ലവനായ ദൈവത്തോട് ചേർന്ന് വസിക്കണം. അതുകൊണ്ടാണ് പണ്ട് പാടിയത്, യേശുവോടു ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിന ജീവിക്കുന്നത്. തീക്കട്ടയോട് ചേർത്ത് കരിക്കട്ട വെച്ചാൽ ആ കരിക്കട്ടയും കൂടെ എന്താകും? കാന്തത്തോട് ചേർത്ത് ഇരുമ്പ് വെച്ചാൽ, യേശുവോട് ചേർന്നിരുന്നാൽ നമ്മളും ആരാകും? യേശുവൊന്നും ആകത്തില്ല, യേശുവെ പോലെയെങ്കിലും ആകും. അത്രയും മതി. ഇപ്പോൾ യേശുവൊന്നും ആകണ്ട. പിന്നെ ഇവിടെ അടിച്ചാൽ പിന്നെ തിരിച്ചടിക്കാനൊക്കത്തില്ല. മനസ്സിലായി? തുപ്പിയാൽ തിരിച്ച യേശുവോട് എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അവർ പാടുമായിരുന്നു, യേശുവെ പോലെയാകുവാൻ, യേശുവിൻ വാക്കു കാക്കുവാൻ, യേശുവെ നോക്കി ജീവിപ്പാൻ ഇവയെ കാക്ഷിക്കും. ആ അർത്ഥത്തോടു കൂടി ഇതൊക്കെ വായിക്കണം. ഇത് പറഞ്ഞിരിക്കുന്ന പോലെ ഒന്ന് അല്പമെങ്കിലും സാധിക്കും. ആഗ്രഹിക്കണം. അന്നേരം പുതിയൊരു ജീവിയായിരിക്കും. ആളുകൾ പരിഹസിക്കും. കഷ്ടപ്പാട് ഒരുപാട് വരും. ദൈവത്തോട് അടുത്തിട്ടും കഷ്ടപ്പാടെന്താ മാറാത്തെന്ന് ചോദിക്കുന്ന മണ്ടന്മാരുടെ ചോദ്യമാണ്. എമ്മൗസിൽ 2 ശിഷ്യന്മാർ പോയി. അവർ ചേർന്ന് സംസാരിച്ചു. വഴിയിൽ ആരും കൂടെ ചേർന്ന് കടന്നു. അവരെ വിളിച്ചതെന്താണ്? അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്ന എല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ, ക്രിസ്തു ഇങ്ങനെ കഷ്ടം സഹിച്ച് തൻ്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ? മഹത്വത്തിൽ കടക്കണമെങ്കിൽ എന്തിൽ വേണം? കഷ്ടതയിൽ കൊടുക്കണം. അതുകൊണ്ടാണ് ഓശാന സന്ധിക്ക് ചൊല്ലും, പരിശുദ്ധവും രക്ഷാകരമായ കഷ്ടാനുഭവമേ സമാധാനത്താലും. കഷ്ടതയെ സ്വാഗതം ചെയ്യാത്തവൻ ക്രിസ്ത്യാനിയല്ല. കഷ്ടത വേണ്ടാത്തവൻ ക്രിസ്തുവല്ല, അന്തിക്രിസ്തുവാണ്. യേശുക്രിസ്തു കുരിശിൽ കയറി രക്ഷപ്പെട്ടപ്പോൾ ബറബാസ് കുരിശിൽ നിന്ന് ഇറങ്ങി രക്ഷപ്പെട്ടു. കുരിശ് വരയ്ക്കണ്ട, ധരിക്കണ്ട എന്നൊക്കെ പറയുന്നവരെ അന്തിക്രിസ്തുവിൻ്റെയും ബറബാസിൻ്റെയും കൂട്ടുകാരാണ്. കുരിശിട്ടുകൊണ്ട് ഈ കുരിശ് എനിക്ക് എന്തിനാ തന്നെന്ന് ചോദിക്കുന്നവരും അവരുടെ കൂടെ തന്നെയാണ്. കുരിശ് രക്ഷയ്ക്കുള്ളതാണ്. ഈ കുരിശിട്ടുകൊണ്ട് ചൊല്ലണം, ശുഭചിഹ്നം താൻ സ്ലേബ
വിജയക്കൊടിതാൻ സ്ലീബ നമ്മെ രക്ഷിച്ചിടും. സ്ലീബായിൽ പുകഴുന്നു നാം. കുരിശ് വരയ്ക്കണം, കുരിശ് ധരിക്കണം, കുരിശ് വഹിക്കണം, കുരിശ് സഹിക്കണം, കുരിശിനെ വന്ദിക്കണം, കുരിശിൽ പ്രശംസിക്കണം. 6 കാര്യങ്ങൾ ചെയ്തിരിക്കണം. ഇതൊക്കെയാ കുരിശ് വരയ്ക്കണം, കുരിശ് ധരിക്കണം, കുരിശ് വഹിക്കണം, കുരിശ് സഹിക്കണം, കുരിശിനെ വന്ദിക്കണം, കുരിശിൽ എൻ്റെ കർത്താവിൻ്റെ ക്രൂശിലല്ലാതെ എനിക്ക് പ്രശംസിപ്പാടിയായി. വെറുതെ പറഞ്ഞതല്ല. പ്രശ്നങ്ങൾ വരും, പ്രയാസങ്ങൾ വരും. അത് സഹിക്കുവാനുള്ള ശക്തി ദൈവം കൃപയിലൂടെയും പരിശുദ്ധാത്മാവിൽ കൂടെ തരും. ഓടി നടക്കേണ്ട യാതൊരാവശ്യമില്ല. കഷ്ടപ്പാട് കൂടത്തേ ഉള്ളൂ, പണം കൂടത്തെ നഷ്ടപ്പെടുത്തേ ഉള്ളൂ. അതുകൊണ്ട് ഇതെല്ലാം മനസ്സിലാക്കുക. നന്മ ചെയ്യുക. ദൈവം ഒരുവനെ നന്മയുള്ളൂ. അവനോട് ചേർന്നിരിക്കുമ്പോൾ ഇതൊക്കെ നന്മ ചെയ്യുവാൻ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കും. നന്മ ചെയ്യുവാൻ പഠിച്ചുകൊണ്ടിരിക്കും. അപ്പം നന്മ, അതുകൊണ്ട് ദൈവം സ്നേഹിക്കുന്നവർ നന്മ ചെയ്യത്തുള്ളൂ, ഒരിക്കലും തിന്മ ചെയ്യത്തില്ല. തിന്മ അതാണ് ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം പോലും നടക്കരുത്. പാപികൾ വേണ്ടി പോട്ടെ. വിശുദ്ധിയുടെ ഒരു അർത്ഥം തന്നത് താഴാഴ്മയാണ്. അത് സൗമ്യതയോട് ചേർന്നും സത്യ അനുതാപവും സത്യമായ ദൈവാശ്രയം ഉണ്ടാകും. മറ്റൊന്നിലും ആശ്രയിക്കാനൊക്കത്തില്ല. പണത്തിലോ സ്വാധീനത്തിലോ അതൊക്കെ നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. ആശ്രയിക്കുവാനുള്ളത് ദൈവത്തിൽ മാത്രമാണ്. ദൈവത്തിൽ മാത്രമാണ്. ദൈവത്തോടും മാതാവിനോടും പരിശുദ്ധന്മാരോടും ചേർന്ന്. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹവും നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട്, അതുകൊണ്ടാണ് പിതാക്കന്മാരുടെയും പരിശുദ്ധന്മാരും അവിടെ വികാരിച്ച് അവിടെയൊക്കെ പരിശുദ്ധന്മാരുടെ പടം വെക്കണം. ഒക്കുന്നെങ്കിൽ നല്ലതാണ്. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹവും നമുക്ക് ചുറ്റും നിൽക്കുന്നു എന്ന് പറയുവാൻ സാധിക്കണം. ചുറ്റും നിൽക്കുന്നു. നന്മ. വിശുദ്ധി സമം താഴ്മ, വിശുദ്ധി സമം നന്മ. വിവരിക്കാൻ നേരമില്ല. മൂന്നാമത്തെ, വിശുദ്ധി സമം സൽഗുണപൂർണത. എന്താ? ദൈവം പറഞ്ഞു, പിതാവാൻ ദൈവം പറഞ്ഞു, ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും. പിതാവാൻ ദൈവത്തിൻ്റെ ഏകജാതൻ ഭൂമിയിൽ വന്നിട്ട് പറയുകയാണ്, വിശുദ്ധ മത്തായി 5:48, നിങ്ങളുടെ പിതാവ് സൽഗുണപൂർണ്ണനായിരിക്കുന്ന പോലെ നിങ്ങളും. ഇപ്പം വിശുദ്ധര് സൽഗുണങ്ങൾ ചെയ്യാൻ, നമ്മളെ ദൈവം സൃഷ്ടിച്ചത് സൽഗുണം ചെയ്യാൻ വേണ്ടിയാണ്. വിശുദ്ധിയും സൽക്രിയയുമായിട്ട് ബന്ധമുണ്ട്. സൽക്രിയകൾക്കു മനഃശുദ്ധ്യ സംഗതി വരണേ ഞങ്ങൾ. വിശുദ്ധി എവിടെയുണ്ടോ അവിടെ സൽക്കർമ്മം. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 10-ാം വാക്യം. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 10-ാം വാക്യം. നാം ദൈവത്തിൻ്റെ കൈപ്പണിയാണ്, ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു സൽക്കർമ്മങ്ങൾ ചെയ്യുവാൻ വേണ്ടി. ആണോ? ശരിയാണോ? ഇടയ്ക്കിടയ്ക്ക് ആണെന്ന് പറയണം. വെരിഫൈഡ് ആൻഡ് ഫൗണ്ട് കറക്റ്റ്. വേദപുസ്തകം വെച്ചിട്ടേ ഉള്ളൂ, തുറന്നു നോക്കുന്നില്ലേ? നാം ദൈവത്തിൻ്റെ കൈപ്പണിയാണ്, ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. എന്തിനു വേണ്ടി? സൽക്കർമ്മങ്ങൾ ചെയ്യുവാൻ വേണ്ടി. ദുഷ്കർമ്മങ്ങൾ ചെയ്തുകൂടാ. ദുഷ്കർമ്മങ്ങൾ ചെയ്യുകയോ ചിന്തിക്കുകയോ. വിശുദ്ധിയെക്കുറിച്ച് പറയുമ്പോൾ ത്രികരണ ശുദ്ധിയാണ്. എന്താ ത്രികരണം? കരണം അറിയാമോ? ഒരാൾ പറഞ്ഞു കരണം അറിയത്തില്ല, കർണക്കുറ്റി അറിയാം. അത് വേറെ. കർമ്മം ചെയ്യാനുള്ള ആണ് കരണം. പേന ഒരു ഉപകരണമാണ്, കൈ കരണമാണ്. ത്രികരണം മനസ്സ വാച, ഇത് 3 ശുദ്ധമാകണം. നിങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ഉയരങ്ങളിൽ എപ്പോഴും ദൈവസന്നിധിയിലിരിക്കുന്ന ത്രികരണ ശുദ്ധി. മനസ്സ വാച കർമ്മണ. എപ്പോഴും ശുദ്ധീകരിക്കണമെങ്കിൽ ഹൃദയം നുറുങ്ങണം, വേദന ഉണ്ടാകണം. ധ്യാനപീഠം എന്ന് പറഞ്ഞില്ലേ, മാരക രോഗമൊക്കെ വന്നെങ്കിൽ മിനിമം അലാറമെങ്കിലും കിട്ടണം. അബ്രഹാം ധ്യാനിച്ചത് ബലിപീഠത്തെ ഓർത്താണ്, മകൻ്റെ ബലിപീഠം. യൗസേപ്പ് ധ്യാനിച്ചത് പൊട്ടക്കണ്ണിൽ ധ്യാനിച്ചു, അടിമത്തത്തെ ധ്യാനിച്ചു, ജയിലിൽ കിടന്ന് ധ്യാനിച്ചു, അവസാനം സിംഹാസനത്തിരുന്നും ധ്യാനിക്കേണ്ടി വന്നു. ദാനിയേൽ സിംഹക്കുഴിയിൽ ധ്യാനിച്ചു, യോനാ സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ കിടന്ന് ധ്യാനിച്ചു.
യേശുക്രിസ്തു കുരിശിൽ കിടന്ന് ധ്യാനിച്ചു. എത്ര സങ്കീർത്തനങ്ങൾ? എത്ര സങ്കീർത്തനങ്ങൾ? ആരും പറഞ്ഞിട്ടില്ല. 10 സങ്കീർത്തനങ്ങൾ. കുരിശിൽ കിടന്ന് 10 സങ്കീർത്തനങ്ങൾ. 22:1 അത് എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ. അവസാനത്തെ ഒരെണ്ണം 31:5 പിതാവേ. ബാക്കി 5 കൂടെ ഉണ്ട്. കുരിശിൽ കിടന്ന് 10 സങ്കീർത്തനം. 22:1 ആരംഭിച്ചു, 31:5 അവസാനിക്കുന്നു. ഇതാണ് ധ്യാനം. സങ്കീർത്തനങ്ങൾ ധ്യാനമാണ്. എങ്ങും പോണ്ട. ജീവിതം മുഴുവൻ ധ്യാനമാണ്. വീട്ടിൽ നിന്ന് അതിനൊരുപാട് പണം കൂടാനും സുഖം കൂടാനും ഒന്നും പാടില്ല. ഇത്രയൊക്കെ മതിയെന്ന് വെക്കണം. അല്ല, ഇത് പറ്റത്തില്ല. ഇഹലോക ചിന്തകളും ധനത്തിൻ്റെ വഞ്ചനയും മറ്റു വിഷയം കടന്ന് നമ്മളെ ഞെരുക്കി വചനത്തെ നിഷ്ഫലമാക്കി കളയും. പിന്നെ ധ്യാനവും പ്രാർത്ഥനയും ഒന്നുമില്ല എന്നുള്ള കാര്യം. സൽക്കർമ്മങ്ങൾ ചെയ്യാൻ, സൽഗുണപൂർത്തി. നിങ്ങളുടെ പിതാവ് കുറേ ഗുണങ്ങളാണ്. സൽഗുണ പൂർത്തി. അപ്പം വിശുദ്ധി എവിടെയുണ്ടോ അവിടെ സൽക്കർമ്മങ്ങൾ ഉണ്ടായിരിക്കും. സൽഗുണപൂർണതയുടെ പൂർണ്ണത എന്താണ്? പറയത്തില്ല. സ്നേഹമാണ് സൽഗുണപൂർണ്ണതയുടെ. അതുകൊണ്ട് ഒന്ന് കരുതരുത്. എന്തെല്ലാം ഉണ്ടെങ്കിലും സ്നേഹമില്ല എങ്കിൽ മുഴങ്ങുന്ന ചെമ്പോ. സൽഗുണപൂർണതയുടെ പൂർണ്ണതയാണ് സ്നേഹം. സ്നേഹത്തിൻ്റെ പൂർണ്ണത, സ്നേഹത്തിൻ്റെ പൂർണ്ണത. ഇവർ പറയത്തില്ല. അവരും തോറ്റുപോയി. പിന്നെ നിങ്ങളുടെ കാര്യത്തിന് ഞാനും പണ്ട് തോക്കുമായിരുന്നു. സ്നേഹത്തിൻ്റെ പൂർണ്ണത ശത്രുവിനെ സ്നേഹിക്കുക. അപ്പോൾ ഒരു സ്ത്രീ പറഞ്ഞു, എളുപ്പമാച്ചാ എനിക്ക് ഒരാളോടെ പണക്കുള്ളൂ, മാപ്പിളയോട്. ഞാൻ അങ്ങേരെ സ്നേഹിക്കാൻ പിന്നെ പെട്ടെന്ന് അങ്ങ് പോവില്ല. എനിക്ക് വേറെ ആരും ശത്രുക്കളില്ല. കല്ലട ഒരു സ്ത്രീയാണ് പറഞ്ഞത്. ശത്രുവിനെ സ്നേഹിക്കുന്നതാണ് സ്നേഹത്തിൻ്റെ. വിശുദ്ധി ഉണ്ടെങ്കിൽ ശത്രുവില്ല. ശത്രു ഉണ്ടായിരിക്കും. നമ്മളെ സംബന്ധിച്ച് അവരെ മിത്രങ്ങളാണ്. എന്താ നമ്മളെ സംബന്ധിച്ച് എന്താ? വിശുദ്ധിയുടെ ഭാവത്തിൽ വന്നാൽ നമുക്ക് എന്തില്ല? ശത്രുവില്ല. അവൻ ശത്രു ആയിക്കൊള്ളട്ടെ, അവൻ ഉപദ്രവിച്ചു കൊള്ളട്ടെ. നാം അവനെ മിത്രമായിട്ട് കാണുമ്പോൾ അവനയച്ച ഉപദ്രവം നമുക്ക് എന്തായി മാറും? ഉപകാരമായി മാറും. ഒരത്ഭുതമാണ്. വലിയ പാടാ കേട്ടോ, വലിയ പാടാ ഇതൊക്കെ വരാൻ. നമ്മളെങ്ങും മൈതാനത്ത് പോയി കൈ കെട്ടണം വേണ്ട, നോക്കൊന്നും വേണ്ട, വീട്ടിൽ ഇരുന്നാൽ മതി. പ്രയാസപ്പെടുന്നവരെ എന്താ ചെയ്യേണ്ടെന്നറിയാമോ? ആ ശത്രു അങ്ങനെയുള്ളവരൊക്കെ നമുക്ക് കാണും, നമ്മൾ കാണും. ഈ ശത്രുത വേദപുസ്തകത്തിൽ ന്യായവും നീതിയും എന്നുള്ളതിനേക്കാൾ കോടതിയിലാണ് നീതിന്. ഇപ്പം നമ്മളൊക്കെ കാണിക്കുന്ന ന്യായത്തിന് നീതിക്ക് വേണ്ടിയാണ് ഈ സഹന സമരം. കഴിഞ്ഞല്ല ഉള്ളൂ. അതൊക്കെ അവിടെ നടക്കട്ടെ. അന്തോനീസിന് പറഞ്ഞ പോലെ നമ്മളെ ഉപദേശിക്കാൻ വരുന്ന മറ്റോട് പറഞ്ഞു കൊടുക്കണം. അന്തോനീസിന്റെ പ്രസംഗം കേൾക്കണം അടൂര് വെച്ച്. പിന്നെ പൗലോസ് ഇത്രയും കാര്യം അദ്ദേഹം പറഞ്ഞു, ഞാൻ കൈസരെ അഭയം ചൊല്ലുന്നു. വേറെ ഗതിയില്ല, പിന്നെ എന്തോ ചെയ്യും? മനസ്സിലാവുന്നോ? എല്ലാവരും നമ്മളെ ഉപദേശിക്കാൻ വരികയാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ ക്രിസ്ത്യാനി ഇല്ലയോ? പറഞ്ഞു കൊടുക്കാൻ പറ്റും. പൗലോസേ പറഞ്ഞെന്നും പറഞ്ഞ് അവർ മറ്റേത് വായിച്ചിട്ടില്ലയോ? പൗലോസേ പറഞ്ഞു, മര്യാദ കിട്ടുന്നില്ലെങ്കിൽ ഞാൻ കൈസരെ ഞാൻ റോമാ പൗരനാണ്. വിറച്ചു പോയില്ലേ? വിറച്ചുപോയി. പക്ഷേ വേദപുസ്തകത്തിൽ നീതിന്യായമല്ല, ജ്ഞാനവും അജ്ഞാനവുമാണ്. ഈ കാണിക്കുന്നതിനെ എല്ലാം എന്തായിട്ടാണ് ദൈവം കാണുന്നത്? അജ്ഞാനം. അജ്ഞാനത്തിന് 3 കാര്യം കൂടെ വേണം. ക്ഷമിക്കുക, തിരിച്ചറിയുക, ക്ഷമിക്കുക, പ്രാർത്ഥിക്കുക. പിതാവേ, വിശുദ്ധ ലൂക്കോസ് 23:34 തോന്നുന്നു. പിതാവ്, ഇവർ ചെയ്യുന്നത് ഇന്നെന്നറിയായികയാൽ. അതുകൊണ്ട് നീതിന്യായത്തിന് വേണ്ടി കോടതിയിൽ പോകട്ടെ, ദൈവത്തിൻ്റെ നീതി കിട്ടുന്നതിന് വേണ്ടി എന്ത് ചെയ്യട്ടെ? ഈ പ്രാർത്ഥിക്കുക. അജ്ഞത തിരിച്ചറിയണം, അജ്ഞത പൊറുക്കണം, അജ്ഞനെ അനുഗ്രഹിക്കണം, അവനുവേണ്ടി പ്രാർത്ഥിക്കണം. 4 കാര്യങ്ങൾ ചെയ്യണം. എന്തൊക്കെയാ? തിരിച്ചറിയണം. 3, 3, 7 എന്നൊരുത്തം പറഞ്ഞാൽ ചിരിക്കുകയല്ല വേണ്ടത്. പാവവനെ അറിയത്തില്ല. ഞങ്ങൾ പണ്ടൊരു സാറ് പറഞ്ഞു, പ്രായമുള്ളവരുടെ മടി കുഞ്ഞുങ്ങളിരുന്ന് മൂത്രം വെളിക്കറിയാൻ തിരിച്ച് ആ തള്ള ആ കുഞ്ഞിൻ്റെ മടി കയറിന്ന് മൂത്രം ഒഴിക്കും. അത്രയും വിവരക്കേട് നമുക്കില്ല. അറിയാതെ ചെയ്തു പോയതാ, അറിയാതെ. തിരിച്ചറിയുക. ജ്ഞാനികൾ ആരാണ്?
അജ്ഞത തിരിച്ചറിയുകയും അജ്ഞത ക്ഷമിക്കുകയും അജ്ഞനെ അനുഗ്രഹിക്കുകയും അവനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോഴേ നമ്മൾ ക്രിസ്ത്യാനിയാവും. ബാക്കി നോമ്പ് നോക്കണം, പ്രാർത്ഥിക്കണം, പള്ളി വേണം, പട്ടക്കാർ, ഇതെല്ലാം വെരി വെരി എസെൻഷ്യൽ ബട്ട് നോട്ട് സഫീഷ്യൻ. എന്താ? വെരി വെരി എസെൻഷ്യൽ ബട്ട് നോട്ട് സഫീഷ്യൻ. എല്ലാം അത്യാവശ്യമാണ്, പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യം നടക്കത്തില്ല. ഇതും കൂടെ വേണം. അതുകൊണ്ട് ധ്യാനം ഒന്നും വേണ്ട. ചീത്ത വിളിക്കുന്ന നാത്തൂനായിക്കൊള്ളട്ടെ, അമ്മ ആയിക്കോട്ടെ, ഭർത്താവായിക്കൊള്ളട്ടെ, ആരുമായിക്കൊള്ളട്ടെ, ഉറക്കെ പറയരുത് കർത്താവേ ഇവളോട് ക്ഷമിക്കണേ, ഒന്നും പറയണ്ട. മനസ്സിൽ അവിടെയാണ് ധ്യാനം. മറിയാമെല്ലാം ഉള്ളിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചു. ദൈവമേ സഹനം കിട്ടട്ടെ, സഹിക്കുവാനിടയാകണം, പ്രാർത്ഥിക്കണം. മനസ്സിലാവുന്നു? അല്ല, ഇവിടെ വന്ന് ഇത്രയും നേരം കളഞ്ഞത് വെറുതെയാണ്. എനിക്ക് പ്രശ്നം നിൽക്കുകയായതുകൊണ്ട്, നിങ്ങളാണ് ഇപ്പോഴും പെരുത്തിരിക്കുക. അച്ഛന്മാർക്ക് നിൽക്കുന്നതിന് പ്രയാസമില്ല. ദുഃഖവെള്ളിയാഴ്ച മുഴുവൻ നിൽക്കുകയാണ്, കുർബാനയ്ക്ക് മുഴുവൻ നിൽക്കുകയാണ്. മനസ്സിലാകുന്നു? ഇരിക്കുന്നതിനും പ്രശ്നമൊന്നുമില്ല. അനസ്തേഷ്യ തന്നിരുന്നാൽ പിന്നെ എത്ര മണിക്കൂറായാലും എന്താ? ചിലപ്പോൾ ഒന്ന് പെരുക്കുമെന്നുള്ളതേ ഉള്ളൂ, എഴുന്നേൽക്കുമ്പോൾ മാറിക്കോളും. 3 ദിവസം അടുപ്പിച്ചാണ് കർത്താവിൻ്റെ വചനം കേൾക്കാൻ ഇരുന്നത്. എഴുന്നേറ്റുമില്ല, ടോയ്ലറ്റിൽ പോയുമില്ല. കാരണം അകത്തോട്ടൊന്നും ഇട്ടില്ല. 3 ദിവസം ഉപവാസമായിരുന്നു. അകത്തോട്ട് വെള്ളം കുടിക്കുമ്പോഴേ പുറത്തോട്ട് കളയേണ്ടി വരുന്നത്. മനസ്സിലായോ? അപ്പം നമ്മളോട് ശത്രുത കാണിക്കും. അത് അജ്ഞതയാണ്. വിശുദ്ധന്മാർ തിരിച്ചറിയും. തിരിച്ചറിഞ്ഞിട്ട് എന്തു ചെയ്യും? ക്ഷമിക്കും, അവരെ അനുഗ്രഹിക്കും, അവർക്ക് മോചനം കൊടുക്കുവാൻ ദൈവത്തോടെ പ്രാർത്ഥിക്കും. ഞാൻ പഠിപ്പിക്കാറുണ്ട്, ഗിവിങ്, ദാനം ചെയ്യുന്നതിനേക്കാൾ വലുതാണ് സെൽഫ് ഗിവ്. നമ്മളെ തന്നെ, എന്നെ തന്നെ ദാനം ചെയ്യും. ശരീരം ചൂട് ദാനം ചെയ്യുക, സ്വയം ദാനം ചെയ്യുക, പിന്നെ ആംസ് ഗിവിങ്, എന്താ? ദാനധർമ്മം ചെയ്യുക. അതിനേക്കാൾ വലിയ ഗിവിങ് ആണ് ഫോർ ഗിവിങ്. എന്താ? ക്ഷമിക്കുക. ചെലവത്തിൽ ചത്താലും ക്ഷമിക്കത്തില്ലെന്ന്, പിന്നെ ഇവിടെ പോകാൻ? ചത്താലും ക്ഷമിക്കേണ്ട, നരകത്തിലോട്ട് പോകാൻ തയ്യാറായാൽ മതി കേട്ടോ. അല്ലെങ്കിൽ ക്ഷമിച്ചേ പറ്റൂ. ഫോർ ഗിവിങ്. ഈ കാണുന്നതെല്ലാം അജ്ഞതയാണ്. അച്ഛന്മാരോട് പള്ളിക്കാർ കാണിക്കുന്നതും കാശുള്ളം കാണിക്കുന്നതും എന്തെല്ലാം കാണിച്ചാലും അതെന്താ? വിവരക്കേടാണ്, അജ്ഞതയാണ്. അത് തിരിച്ചറിയുക. തിരിച്ചറിഞ്ഞിട്ട് പാവം അറിവില്ലാത്തവൻ, ദൈവം നിന്നോട് ക്ഷമിക്കട്ടെ, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ഇത്രയൊക്കെ പറഞ്ഞ ക്രിസ്ത്യാനിയായി പിന്നെ ധ്യാനമൊന്നും വേണ്ട. ഇതന്നെ ആയിക്കഴിഞ്ഞു. പെട്ടെന്ന് പറ്റത്തില്ല. ഇതിലേക്കൊക്കെ ഒന്ന് ഞങ്ങളെ ഒന്ന് പ്രവേശിപ്പിക്കണമെന്ന് പ്രാർത്ഥിച്ചാൽ മതി. എൻ്റെ ഒരു കൽപ്പന, ബാബാതിരുമേനി ഞാനും കൂടെ എഴുതി കൊടുത്ത കൽപ്പന അച്ഛൻ വാങ്ങിച്ചിട്ട് പള്ളി നേരത്തെ പറഞ്ഞു ശിങ്കടികളോട് നാളെ ഒരു സാധനം അച്ഛൻ പറഞ്ഞു, ഐ ഹാവ് എ ഗിഫ്റ്റ് ഫ്രം മൈ ബിഷപ്പ്. 10 പേര് പറഞ്ഞു വി ഡോണ്ട് വാണ്ട് ദാറ്റ് ഗിഫ്റ്റ്. ഷെഡ് കെട്ടി 1 മാസം തരണയായിരുന്നു. എനിക്കൊരു പണക്കുമില്ല. അച്ഛൻ ഇന്ന് എൻ്റെ കൗൺസിൽ മെമ്പറാണ്. കൊങ്ങിണിയുടെ ഇടയിൽ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായതാണ്. കൊങ്ങിണിയുടെ ചെറിയ പ്രശ്നം ഉണ്ടായത്. ഒരു ബുദ്ധിമുട്ടുമില്ല. കുഞ്ഞുങ്ങളെ, അതാ നല്ലത്. ഈ ബലം കാണിച്ചിട്ട് കാര്യമൊന്നുമില്ല. മീക്ക്നെസ് എന്ന് പറഞ്ഞില്ലേ, സൗമ്യത. മീക്ക്നെസ് എൻ്റെ വലിയൊരു പ്രസംഗമായിരുന്നു പണ്ട്. മീക്ക്നെസ് ഈസ് നോട്ട് വീക്ക്നെസ്. എന്താ? മീക്ക്നെസ് ഈസ് നോട്ട് വീക്ക്നെസ്. ഏതുപോലാണെന്നറിയാമോ? മീക്ക്നെസ് ഇല്ലാത്ത പെണ്ണുങ്ങളും ആണുങ്ങളും നല്ല പച്ച വാഴയില പോലിരിക്കും. കട്ടിയുണ്ട്, തൊട്ടാൽ പൊട്ടിപ്പോകും. മീക്ക്നെസ് വന്നാൽ വാട്ടിയ വാഴയില പോലിരിക്കും. ആർക്ക് വേണേലും പിടിക്കാം, പൊട്ടത്തില്ല. ഓലക്കാലും അതുപോലെ ഇതൊക്കെ നമ്മൾ വാട്ടിയിട്ടാണ് കിട്ടുന്നത്. അതുപോലെ മീക്ക്നെസ് കണ്ടാൽ മോശമാണെന്ന് തോന്നും. ഇതുപോലെ വളരെ മീക്കായ ഒരു മനുഷ്യൻ്റെ കൂടെ ഞാൻ 36 വർഷം താമസിച്ചത്. മാത്യൂസ് ദിതം ബാബാതിരുമേനി. അദ്ദേഹം മണ്ടനാണെന്നൊക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അല്ലായിരുന്നു. അദ്ദേഹത്തെ കുറിച്ച് ഞാൻ എഴുതത്തില്ല. എഴുതിയാൽ പലരുടെയും നെഞ്ചത്ത് കത്തി കയറ്റാതെ എനിക്ക് എഴുതാനൊക്കത്തില്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കാലിലും തൊട്ടിട്ട് അനുഗ്രഹം മേടിച്ചിട്ട് പോകുമായിരുന്നു. അന്ന് ഒരു പ്രഗത്ഭന അച്ഛൻ പറഞ്ഞു, ഓർത്തഡോക്സുകാർക്ക് പാർട്ടി വേണ്ട, ഇത് കൂടുതൽ സിനിമയ്ക്ക് പിന്നെ സ്കൂൾ മേടിക്കാനാണ്. പോട്ടെ, സാരമില്ല. വിശുദ്ധനാണെങ്കിൽ വിനയമുണ്ടായിരിക്കും.
എത്ര 1-2-3 പള്ളിയിൽ ചെന്നിട്ട് കല്യാണ തിരുവേൻ ചെന്ന് നിൽക്കുക. ഈ ട്രസ്റ്റിംഗ് സെക്രട്ടറി അച്ഛനോട് സമ്മതിക്കത്തില്ല, വരുമാനം വെച്ചിരുന്ന്. തിരികെ പറഞ്ഞവാ, വരുമാനമല്ലയോ, ഞാൻ തന്നേക്കാം, വരാൻ പറഞ്ഞു. 3 പള്ളിയിൽ. പിന്നെ അത് കൊടുത്തിട്ട് അവർ ശമ്പളക്കോട്ട കുടിച്ച് തിരിച്ച് അടപ്പിച്ചവരൊക്കെ. കുഞ്ഞുങ്ങളെ, താഴ്ന്നത് കൊണ്ട് യാതൊരു ദോഷവുമില്ല. ഞാൻ പറയും, കൗൺസിലിംഗ് ആണുങ്ങൾ വലിയ ഗംഭീരമായിരുന്ന പെണ്ണുങ്ങളൊന്ന് ചാഞ്ഞു കൊടുക്കണം. ഏതുപോലെ ആനക്കാരൻ മേളിക്കരണമെങ്കിൽ ആനയെ ഒന്ന് ചരിഞ്ഞു കൊടുക്കും. ഒന്ന് ചരിഞ്ഞുകൂടെ? ഇറക്കണമെങ്കിൽ പിന്നെ ആന തീരുമാനിക്കും. നിങ്ങൾക്കൊന്ന് താണുകൂടെ? പിന്നെ ഇങ്ങനെ നിലവിളിക്കണം, എന്നെ ഒന്ന് ഇറക്കോ എന്ന്. അത്രയുള്ള ബുദ്ധി ഈ പെണ്ണുങ്ങൾക്കില്ല. പോട്ടെ, സൽഗുണപൂർണ്ണം സ്നേഹം, ശത്രുവിനെ അതാണ്. ആരോടെങ്കിലും പിണക്കുണ്ടെങ്കിൽ നമ്മുടെ വിശുദ്ധിയുടെ അംശം ചോർന്നു പോകുന്നു. ഇതൊക്കെ മണ്ടത്തരമെന്ന് തോന്നും, ഇതൊന്നും മണ്ടത്തരമല്ല. അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മണ്ടത്തരമായി സ്വീകരിച്ചവരെ കുറിച്ച് പറയുന്നതാണ് ഹോളി ഫൂൾസ്, വിശുദ്ധ വിഡ്ഢികൾ, ക്രിസ്തുവിന് വേണ്ടി വിഡ്ഢികളായവർ. ഇതല്ല, വേറൊരു മാർഗവുമില്ല. ഞാൻ എപ്പോഴും പറയും, എൻ്റെ അച്ഛന്മാരോട് പറയും, അച്ഛൻ്റെ കയ്യിലെ നൂൽക്കമ്പിയാണ്, സാരമില്ല, അച്ചായൻ കമ്പി വടിയുമായിട്ട് വരട്ടെ, അടിക്കട്ടെ. അച്ഛൻ്റെ കമ്പിയിൽ കറണ്ട് ഉണ്ടെങ്കിൽ അച്ചായൻ്റെ കമ്പി അച്ചായനും തെറിച്ചു പോകും. കറണ്ട് വേണം, എന്താ ഈ നൂൽക്കമ്പിയിൽ എന്ത് വേണം? അത് പ്രാർത്ഥനയും നോമ്പും കുർബാനയൊക്കെ ആണെങ്കിൽ ഒന്നും ഭയപ്പെടേണ്ട, ഒന്നും ഭയപ്പെടേണ്ട. മൂഢ, ഇന്ന് രാത്രി നിന്റെ ജീവനെ ചോദിച്ചാൽ ഇക്കൂട്ടി വെച്ച് ആരനുഭവിക്കും? താഴുക എന്ന ഉന്നതനായ ദൈവം താഴേക്കിറങ്ങി വന്നു. പെസഹ വ്യാഴ്ച കേട്ടിട്ടില്ല? കാല് കഴിയുന്നെ താണഖിലേശ നീ നില താഴ്ത്തി കഴുകേ മൺമേരെ നിൻ ഭൃത്യന്മാർ ഇവർ കറകളെയും കഴുകണം കൃപയാൽ. ഇച്ചിരി ജോലിയൊക്കെ ചെയ്ത് കൊടുക്കണം ഇവരെ. ഞങ്ങളൊക്കെ ഇപ്പോഴും ജോലി ചെയ്താൽ കഴിയുന്നത്. വളരെ ബുദ്ധിമുട്ടാണ്, കഷ്ടപ്പാട് ഒരുപാട്. എനിക്ക് 2 വർഷം ഡ്രൈവറില്ല, 2 വർഷം കുക്കില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒരു എക്സ്പേർട്ട് കുക്കാണ്. അതുകൊണ്ട് ആർക്കും ഞങ്ങളെ ഭക്ഷണം തോപ്പിക്കാനൊക്കത്തില്ല. ആനയും മീനയും പിടിക്കും, തീറ്റ കൊടുത്താണ്. അച്ഛനെയും എത്രയും പിടിക്കുന്നതും തീറ്റ കൊടുത്താണ്. സ്നേഹത്തിൻ്റെ പൂർണ്ണത, ശത്രുവിനെ നമുക്ക് ശത്രുവില്ല. ശത്രുവും മിത്രവും ഒരുപോലെ, രാവും പകലും ഒരുപോലെ, ചൂടും തണുപ്പും ഒരുപോലെ. ആ ഒരവസ്ഥയിലെത്തും. സുഖവും ദുഃഖവും ഒരുപോലെ ഒരവസ്ഥയിലെത്തും ആത്മാവിൽ വളരുമ്പോൾ എല്ലാവരും. സ്നേഹം, അതുകൊണ്ടാണ് യോഹന്നാൻ സ്നേഹിക്കാത്തവൻ ദൈവത്തെ കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞത്. വിശുദ്ധിയുടെ അംശമാണ് സ്നേഹം. ഒന്നുകൂടെ നിർത്തുന്നു. വിശുദ്ധി എവിടെയുണ്ടോ അവിടെ മനസ്സലിവുണ്ടാകും. എന്താ മനസ്സലിവ്? ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും. ആ പിതാവിൻ്റെ ദേഹജാതനോടെ വന്നിട്ട് പറയുകയാണ് വിശുദ്ധ ലൂക്കോസ് 6:36 നിങ്ങളുടെ പിതാവ് മനസ്സലിവുള്ളവനായതുപോലെ നിങ്ങളും. ദൈവത്തിൻ്റെ മക്കൾ ദൈവസൂതർ നാമായിടുവാൻ. നാം ദൈവത്തിൻ്റെ മക്കളാവുമ്പോൾ ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും, നിങ്ങളുടെ പിതാവ് സൽഗുണപാലനായത് നിങ്ങളും, നിങ്ങളുടെ പിതാവ് മനസ്സലിവുള്ളവനായതുപോലെ. മനസ്സലിവ് ഒരു സ്വഭാവമായി മാറണം. ക്രിസ്തുവിൻ്റെ ഭാവം തന്നെ നിങ്ങളിലും. ക്രിസ്തുവിൻ്റെ ഭാവം എൻ്റെ സ്വന്തമാകുമ്പോൾ അതെൻ്റെ സ്വഭാവമായി മാറും. സ്വന്തം ഭാവമാണ് സ്വഭാവം. വെണ്ണയുടെ സ്വഭാവമാണ് എവിടെ വെച്ചാലും ചൂട് തട്ടിയാൽ ഉരുകും, കാലദേശ വ്യത്യാസമില്ലാതെ. അതുപോലെ നമ്മുടെ മനസ്സ് ശത്രുവിൻ്റെ വിശക്കുന്ന കണ്ടാലും ശത്രുവിൻ്റെ കാളയോ കഴുതിയോ കണ്ടാലും ഈ വ്യത്യാസമില്ല, വേർതിരിവില്ലാത്ത മനസ്സലിവ്. അതാണ് മനസ്സലിവ്. ശത്രുവെന്നോ മിത്രമെന്നോ ദുഷ്ടനെന്നോ. അതാണ് കർത്താവ് ചോദിക്കുന്നത്. സൂര്യൻ ഉദിക്കുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ വെളിച്ചം കിട്ടുന്നു. മഴ പെയ്യുമ്പോഴും ദൈവത്തിനൊരിക്കലും
നല്ലവരെന്നോ ദുഷ്ടനോ ഇവിടെ വേർതിരിവ് ഇവിടെ കാണിക്കുന്നില്ല. അവസാനം അതുണ്ട്. അയാൾ സൽഗുണപൂർണത. നാം എന്തെല്ലാം ചെയ്താലും മനസ്സരിവില്ലെങ്കിൽ the other things are very very essential, but this is not sufficient. കർത്താവ് രണ്ടാമത് വരുമല്ലോ. വരുമ്പോഴെല്ലാവരെയും കൂട്ടും, ജാതി ഭേദമന്യേ ക്രിസ്ത്യാനികളെയും എല്ലാ ജാതികളെയും നല്ലവരെയും ദുഷ്ടന്മാരെയും തമ്മിൽ. പിന്നെ ഇതിനെ പള്ളിയിൽ പോയി ചോദിക്കരുത്. CBSE-കാരനെ അതനുസരിച്ച് പരീക്ഷ, പിന്നെ മറ്റേതാ ICS-ന് അതിൻ്റെ പരീക്ഷ, സ്റ്റേറ്റ് സിലബിന്. അതുകൊണ്ട് ഓർത്തഡോക്സുകാർക്ക് ഇതിൽ കൂടല്ലാതെ രക്ഷയില്ല. ഇതിലേ ഉള്ളവരെ കൂട്ടും, എന്നിട്ട് നല്ലവരെയും ദുഷ്ടന്മാരെ തമ്മിൽ വേർതിരിക്കും. അപ്പോൾ ചോദിക്കും, പള്ളിയിൽ പോയി ചോദിക്കത്തില്ല, പോകേണ്ടതാണ്. സ്കൂളിൽ പോകേണ്ട പിള്ളേർ ഇതെല്ലാം ചെയ്യേണ്ടതാണ്. നോമ്പ്, കുമ്പസാരം, കൂതാശ, പള്ളി, പട്ടക്കാരൻ എല്ലാം ചെയ്യേണ്ടതാണ്. ഫൈനൽ ഒറ്റ ചോദ്യം കൂടെ ഉള്ളൂ, കേട്ടിട്ടുണ്ടെങ്കിൽ എനിക്കെന്ത് ചെയ്തു? എന്താ എനിക്കെന്ത് ചെയ്തു? നീ കൊടിമരം കൊടുത്തത് എൻ്റെ പേരില്ല, നിൻ്റെ പേര് അതിന് താഴെയുണ്ട്. ഇപ്പോഴും ഒരു പള്ളി കേസ് കിടക്കുന്നു, പേര് വെക്കണമെന്നും പറഞ്ഞു, കൊടുത്തവൻ്റെ പേര് വെക്കണമെന്നും പറഞ്ഞ് കേസ് കിടക്കുന്നു. കൊങ്ങിണിയുടെ പള്ളി പണിയാണ്. പണ്ട് ഈ കൊങ്ങിണിയായിരുന്നു, കത്തോലിക്ക പോയി അച്ഛനെ വിളിച്ചിട്ട് 1 കോടി രൂപ വരാം, ഒരു കണ്ടീഷൻ, എൻ്റെ ഫോട്ടോ അവിടെ വെക്കണം. വേണ്ട, കമ്മിറ്റിക്കാർ പറഞ്ഞു ആ 1 കോടി രൂപ വേണ്ടെന്ന് പറഞ്ഞു. ബോംബെയിലാണ്. എനിക്കെന്ത് ചെയ്തു? രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും. ഈ പള്ളികളെ വഴക്ക് മുഴുവൻ അച്ചായൻ്റെ ശക്തി കാണിക്കാനൊക്കാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ ആ ശക്തി അച്ഛൻ സമ്മതിച്ചില്ലെങ്കിൽ ഇങ്ങനെ ഞാൻ കാണിച്ചു തരും. എനിക്കാണെങ്കിൽ നിൽക്കാൻ കപ്പൊന്നുമില്ല, 47 കിലോയായി, പറക്കാൻ എളുപ്പമുണ്ട്, ഒരു കുഴപ്പവുമില്ല. നിൻ്റെ കാശ്, നിൻ്റെ ആരോഗ്യം നൊടി നേരത്തേക്കേ ഉള്ളൂ. എന്താ നൊടി നേരത്തേക്കുള്ളൂ. മര്യാദയ്ക്ക് ഇരുന്നോണം, കുമ്പിട്ടോണം. ദൈവത്തെ കുമ്പിടുന്നവൻ ആരുടെയും മുമ്പിൽ കുമ്പിടേണ്ട ആവശ്യമില്ല. മനസ്സലിവ്. എനിക്കെന്ത് ചെയ്തു? നീ നിന്റെ മോളെ കെട്ടിച്ചപ്പോൾ 2 പെൺപിള്ളാരെ കെട്ടിച്ചത് 4 പേർക്കറിയാം, മാളോർക്കറിയാം. ആരും അറിയാതെ ചെയ്തോ? അച്ഛനോട് പോയി പറഞ്ഞു, അച്ഛ മോടെ കല്യാണം ആരും അറിയണ്ട, അച്ഛ സൗകര്യം പോലെ ചെയ്തു, ആരും അറിയത്തില്ല. വലങ്കൈ ചെയ്യുന്നത്. നിന്റെ വീട് കൂതാശിക്ക് 10 വീടിൻ്റെ താക്കോല് ബാബാദിന് വേണ്ടി കൊടുത്തില്ലേ? അത് നിന്റെ പേരിൽ കൊടുത്തതല്ലേ? എൻ്റെ പേര് നീ എന്ത് ചെയ്തു? എൻ്റെ പേരിൽ എന്ത് ചെയ്തു? മനസ്സിലാവുന്നു? ആരും അറിയാതെ വലങ്കൈ ചെയ്യുന്നത്, ഇടങ്കൈ അറിയാതെ. അതായത് നമ്മുടെ ഒരു ഉപകാരം, അവൻ എൻ്റെ ചെള്ളയ്ക്കടിച്ചാൽ പോലും എടാ പട്ടി ഉണ്ട ചോറിന് നന്ദി വേണമെടാ എന്ന് പറഞ്ഞാൽ കൊടുത്തത് തീർന്നു പോയി. ആർക്കെന്ത് കൊടുത്തെന്ന് മനസ്സിൽ കരുതി വെക്കാൻ പാടില്ല. അവൻ്റെ അജ്ഞത. ദൈവമേ അവനോട് പൊറുക്കണമേ. മനസ്സിലാവുന്നോ? വല്ലതും മനസ്സിലായോ? വെറുതെ സമയം കളയണോ? എൻ്റെ കാശ് ഇന്നലെ മംഗലാപുരത്ത് കയറിയതാ, രാത്രി ട്രെയിനിൽ കിടന്ന് വന്ന. മനസ്സരിവ്. പണ്ടെഴുതി വച്ചിട്ടുണ്ട്, മനസ്സിൽ ഗുണമില്ലാത്തവനെ നിങ്ങൾ അവളെ എന്ന് വിടണം, നിങ്ങൾ അവളെ എന്ന് വിടണം, അവരവനെ ചൊല്ലിയാൽ മതി. മനസ്സിൽ ഗുണമില്ലാത്തവളെ നിന്നോടാരു ഗുണം ചെയ്യും, ദൈവം നിന്നെ അകറ്റുമ്പോൾ അയ്യോ ആരു സഹായി. ഈ പ്രാർത്ഥനകളൊക്കെ കിടന്ന് ചൊല്ലേണ്ട, ദോഷത്തെ തേറ്റത്തിൻ്റെ പ്രാർത്ഥനകളൊക്കെ ചൊല്ലണം. മനസ്സിലാകുന്നു? എനിക്ക് വിശന്നു, എനിക്ക് ദാഹിച്ചു, എനിക്ക് വസ്ത്രമില്ലായിരുന്നു, ഞാൻ രോഗിയായിരുന്നു, തടവിലായിരുന്നു. ഈ പാവപ്പെട്ടവന് ചെയ്തതെല്ലാം എനിക്ക് ചെയ്താവുന്നു. നന്മ സുവിശേഷിക്കുന്നവരുടെ കാലെത്ര മനോഹരം. നന്മ സുവിശേഷിക്കുന്ന വാഗൊണ്ട, പക്ഷേ പറഞ്ഞ നന്മ സുവിശേഷിക്കുന്ന കാലെത്ര. സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിൻ്റെ പേരാണ് സുവിശേഷ വേല. എന്താ കിട്ടിയോ? യേശുക്രിസ്തു നമ്മെ രക്ഷിക്കാൻ വന്നു, തൻ്റെ ശരീരം നമുക്ക് പങ്കുവെച്ചു, രക്തം പങ്കുവെച്ചു. ഇനി സ്വർഗത്ത് ചെല്ലുമ്പോൾ തൻ്റെ രാജ്യം പങ്കുവെക്കും. അങ്ങനെ പങ്കുവെക്കണമെങ്കിൽ ഇവിടെ നമുക്കുള്ളത് പങ്കുവെച്ചേ പറ്റുകയുള്ളൂ. നമുക്കുള്ളത് പങ്കുവെക്കാതെ ദൈവം പങ്കുവെക്കുന്ന പ്രശ്നമേ ഇല്ല. ധനികനായ ചെറുപ്പക്കാരൻ നല്ലവനും നീതിമാനും കൽപ്പനകൾ നിത്യജീവൻ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം?
കൽപ്പനകൾ പാലിക്കണം. ഞാൻ 33-ാമത്തെ വയസ്സിൽ മുങ്ങിയല്ല രക്ഷ, എൻ്റെ ചെറുപ്പം മുതലേ ഞാൻ അയക്കുന്നു. നിനക്കിനി ഒരു കുറവേ ഉള്ളൂ, ഒരു കുറവ്. ദരിദ്രരോട് നിനക്ക് കരുണയില്ല. യാഗമെന്ന് പറയുന്നത് കുർബാന മാത്രമല്ല. ഈ കുർബാന അനുഗ്രഹവും സമാധാനവും ബലിയും. ഈ ബലി സ്വീകരിക്കണമെങ്കിൽ മറ്റ് ചില ബലികൾ കൂടെ ചെയ്യണം. എബ്രായ ലേഖനം 13-16 ആ ബലി കണ്ടെങ്കിലേ ഈ ബലി സ്വീകരിക്കത്തുള്ളൂ. നന്മ ചെയ്യുവാനും കൂട്ടായ്മയെ ആചരിക്കുവാനും മറക്കരുത്. ഈ വക യാഗത്തിലല്ലോ ദൈവം പ്രസാദി. കൂട്ടായ്മയെന്ന് പറയുന്നത് പങ്കുവെക്കുന്ന കൂട്ടായ്മയാണ്. ഡു നോട്ട് നെഗ്ലക്റ്റ് ടു ഡു ഗുഡ് ആൻഡ് ഷെയർ വാട്ട് യു ഹാവ്. അതാണ് കൂട്ടായ്മയെന്ന് പറയുന്നത്. കൂട്ടത്തിൽ പാടുന്നതിൻ്റെ പേരല്ല. ആദിമസഭയിൽ വിശ്വസിച്ച് ഒന്നിച്ചുകൂടിയല്ല, പൊതുവകയെന്നെണ്ണി ആവശ്യക്കാരന് ആവശ്യം പോലെ അവരാർക്കും ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നില്ല. മരണം പള്ളിയിൽ ഇടവകയിൽ നമ്മുടെ ഇടവകയിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ട് തീർത്തു കൊടുത്തിട്ട് അങ്ങോട്ട് പോകാവൂ. അപ്പോഴേ നമ്മുടെ വലിയ ബുദ്ധിമുട്ട് തീരത്തുള്ളൂ. വിശുദ്ധി സമം താഴ്മ, സൗമ്യത, വിനയം, അനുതാപം, ആശ്രയം. വിശുദ്ധി സമം നന്മ, വിശുദ്ധി സമം സൽഗുണപൂർണത, വിശുദ്ധി സമം സ്നേഹം, വിശുദ്ധി സമം മനസ്സലിവ്. മനസ്സിലാവുന്നു? ഓട്ടോമാറ്റിക്കായിട്ട് വിശുദ്ധയുടെ പദവിയിലേക്ക് ദൈവം നമ്മളെ അങ്ങ് എത്തിച്ചോളും. കുറവുണ്ടെങ്കിൽ ദൈവം തീർത്തോളും. ഉണ്ടായിട്ടും സകലത്തെയും പൂർത്തിയാക്കുന്നത് ദൈവം നമ്പുരാനാണ്. ഇനി ഒരു ചോദ്യം കൂടി നിർത്താൻ പോവാ. എല്ലാവരും പാടും, ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച്. മതി 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 മതി, ഒരു ചുക്കും നേടാൻ പോകുന്നില്ല. ദൈവകൃപയ്ക്ക് മുമ്പ് സമ്പാദിക്കേണ്ട കൃപയുടെ പേരാണ് മനുഷ്യൻ്റെ കൃപ. മനുഷ്യൻ്റെ കൃപയുമായിട്ട് ചെല്ലുമ്പോഴേ എന്ത് തരത്തുള്ളൂ? മനുഷ്യൻ്റെ കൃപയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? അവിടെ ചോദിക്കുകയല്ല, ഓർക്കുന്നുണ്ടോ? മനുഷ്യൻ്റെ കൃപ ഉണ്ടോ? പിന്നെ അങ്ങോട്ട് ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ. ശരിക്കും ഒന്നും വേണ്ട. മനുഷ്യൻ്റെ കൃപ, മനുഷ്യൻ്റെ കൃപ സമ്പാദിച്ചുകൊണ്ട് ചെല്ലുമ്പോഴേ ദൈവം ആനുപാതികമായിട്ട് കൃപ തരത്തുള്ളൂ. കേട്ടിട്ടില്ലേ? ഞാനും കേട്ടിട്ടില്ല. വേദപുസ്തകം വായിച്ചപ്പോൾ കണ്ടുപിടിച്ചതാ. അപ്പോസ്തലപ്രവൃത്തിയിലുണ്ട്, അവിടെ 2-ാം അധ്യായത്തിലുണ്ട്, സകല ജനത്തിൻ്റെയും കൃപ അനുഭവിച്ചു. പൊതുവകയെ നെണ്ണി ആവശ്യക്കാരന് ആവശ്യം പോലെ പകുത്തു കൊടുത്തു. സകല ജനത്തിൻ്റെയും കൃപ അനുഭവിച്ചു. ഉള്ളത് പങ്കുവെക്കുമ്പോഴാണ് വിശക്കുന്നവന് ആഹാരം കൊടുക്കാൻ അവൻ്റെ കൃപ കിട്ടും. ഈ കൃപ കൊണ്ട് എന്നിട്ട് വേണം കൺവേർട്ട് ചെയ്യാൻ. കിട്ടിയോ? രൂപയും കൊണ്ട് പിന്നെ ഗൾഫിൽ ചെന്നാൽ അവർ രൂപ എടുക്കത്തില്ല. ഒന്നേ $1 ദർഹമായിരിക്കണം. അതുകൊണ്ട് ഇവിടുന്ന് മേടോട്ട് നിന്ന് കൃപയൊന്നും ഉലർത്തി തരത്തില്ല. ഇവിടുന്ന് കൃപ അങ്ങോട്ട് ചെല്ലണം, കൺവേർട്ട് ചെയ്യണം, ദൈവകൃപ തരും. അതിൻ്റെ ചാനലാ പറഞ്ഞ വിശക്കുന്നവന് ആഹാരം, ദാഹിക്കുന്നവന് വെള്ളം, വസ്ത്രമില്ലാത്തവന് വസ്ത്രം, രോഗിക്ക് സഹായം, ഇതെല്ലാം ചെയ്യണം. ദൈവം തന്ന ആരോഗ്യമനുസരിച്ച്, കഴിവനുസരിച്ച്, ബുദ്ധി അനുസരിച്ച് സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ളവർ പങ്കുവെക്കാനാണ്. അങ്ങനെ ചെല്ലുമ്പോഴാണ് എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കുക. ഉത്തരമരളി കരുണ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയ്ക്കുത്തരം നൽകുന്നവൻ. കർത്താവേ, മരുമോള് പ്രസവിക്കുന്ന ഒരു ആൺകുട്ടിയാകണേ. ആ പ്രാർത്ഥനയല്ല, അതെന്തുമായിക്കൊള്ളട്ടെ തമ്പുരാൻ നിശ്ചയിക്കുന്നത്. ആ ഉത്തരമല്ല. ഉത്തരമരളി കരുണയാണ്. ഇടതുവത്തോട് എന്താ കരുണയില്ലാത്ത ഉത്തരം? ശപിക്കപ്പെട്ടവരെ, നിങ്ങൾ എന്നെ വിട്ടുപോകൂ. എനിക്ക് വിശന്നു, എനിക്ക് ദാഹിച്ചു, ഞാൻ രോഗി. ഈ പാവപ്പെട്ടവൻ ചെയ്യാഞ്ഞതൊക്കെ എനിക്ക് ചെയ്യാഞ്ഞതാണ്. എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നിങ്ങൾക്കായി ഒരു രാജ്യം വന്ന് അതാണ് ഭൂമിയെ അവകാശമാക്കും. സൗമ്യതയുള്ളവർ ഭൂമിയെ, വിശുദ്ധിയുള്ളവർ ദൈവത്തെ കാണും. എന്തെന്നാൽ എനിക്ക് വിശന്നു, എനിക്ക് ദാഹിച്ചു, എനിക്ക് വസ്ത്രമില്ലായിരുന്നു. മനസ്സിലാകുന്നു?
ഏൽപ്പിക്കപ്പെട്ട താലന്ത് ഭംഗിയായി വിനിയോഗിക്കണം. ചിലർക്ക് 1 താലന്തായിരിക്കും, ചിലർക്ക് 2 5 അവരുടെ കഴിവ് പോലെ ഇരട്ടിയാക്കുക. എല്ലാവർക്കും തരുന്ന ഒരേ സർട്ടിഫിക്കറ്റാണ് നല്ലവനും വിശ്വസ്തനുമായ ദാസ. ഇത് ബാബാതിരുമേനിക്കും മേൽപ്പട്ടക്കാർക്കും പട്ടക്കാർക്കും ശമാശന്മാർക്കും ശുശ്രൂഷകർക്കും വിശ്വാസികളെല്ലാം ഒരേ. അവനവനെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി വിശ്വസ്തയോടെ ചെയ്യുക. അവനവനെ ഏൽപ്പിച്ചിരിക്കുക. നല്ലവനും വിശ്വസ്തനുമായ ദാസി. അബ്രഹാമിൻ്റെ ഭാര്യ സാറ അടുക്കളയിലിരുന്ന് ജോലി ചെയ്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. മകനെ ബലിയിൽ നിന്ന് സമാധാനത്താലെ വരാൻ പറഞ്ഞു. സമാധാനത്തോടെ വന്ന് കാണാൻ സാധിച്ചു. മനസ്സിലാവുന്നു? വീട്ടിൽ കുടുംബം നോക്കുക, കുഞ്ഞുങ്ങളെ വളർത്തുക, ഭർത്താവിനെ കർത്താവിനെ പോലെ ശുശ്രൂഷിക്കുക, ഭാര്യയെ ശ്രീദേവിയെ പോലെ കണക്കാക്കുക. ഭർത്താവിനെ സ്നേഹിക്കണം. ഭാര്യ ഭർത്താവിനെ ഭയപ്പെടണം എന്നുള്ള വാക്ക് തെറ്റാണ്. ആദരിക്കണമെന്നുള്ള ഭയമെന്ന് അവിടെ കിടക്കുന്നത്. ഭർത്താവ് ഭാര്യയെ സ്വന്തം ശരീരത്തെ പോലെ സ്നേഹിക്കണം. ഭാര്യ ഭർത്താവിനെ ആദരിക്കണം. മനസ്സിലാവുന്നു? ചുരുക്കം പറഞ്ഞ ജീവിതം ഒരു ധ്യാനമായി മാറും. ദൈവം തമ്പുരാൻ സ്വീകരിക്കും. എല്ലാം കൂടെ 10 ഇഴകളെങ്കിലും ഒരു വസ്ത്രമായിട്ട് ഞാൻ ജീവിതത്തെ കാണുന്നത്. 10 ഇഴകളാണ് വിശ്വാസം, ആരാധന, അനുതാപം, നോമ്പുപവാസം, ധ്യാനം, ജാഗരണം, കൂദാശകൾ, സുഹൃതങ്ങൾ, പീഡാനുഭവങ്ങൾ, മഹത്വീകരണം. ദൈവത്തെ പോലെയാകും വിശുദ്ധന്മാരെല്ലാം. ഞാൻ എവിടെ ആയിരിക്കുമോ അവിടെ എൻ്റെ ശുശ്രൂഷകനുമായിരിക്കും. നിന്റെ മഹത്വമുദേക്കും നാൾ നിൽക്കണമവർ വല. ദൈവികമായ നമ്മുടെ ലക്ഷ്യം ദൈവീകരണം, മഹത്വീകരണം, തേജസ്കരണം. എന്താ? ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ കിരണം നമ്മുടെ മുഖത്ത് തട്ടി ജീവിതത്തിൽ തട്ടുമ്പോൾ നമ്മളും തേജസ്കരണം പ്രാപിക്കും. നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ ലോകത്തിലെ കഷ്ടതകൾ ഒന്നുമില്ല. നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ അതിനാണ് ദൈവത്തിൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചിരിക്കുന്നു. വളർന്നു ദൈവത്തെ പോലെ. അതിനാണ് തക്ക തുണയെ തന്നത്. തക്ക തുണയെന്ന് വെച്ചാൽ ദൈവത്തെ പോലെ ആയിത്തീരാനുള്ള തുണയുടെ പേരാണ് തക്ക തുണ. പർദീസയുടെ പുറത്ത് ചാടിക്കാത്ത തുണയുടെ പേരാണ് തക്ക തുണ. പർദീസയ്ക്ക് അകത്തിരുന്ന കണ്ടില്ലേ ആ വീട്, ആ കാറ്, നിങ്ങളെ കൊണ്ട് എന്തിനു സാധിക്കും എന്ന് പ്രലോഭിപ്പിക്കാത്ത തുണയുടെ പേരാണ് തക്ക തുണ. നിങ്ങൾ ഒന്നിനും പോകണ്ട, ഇരുന്ന് ശ്വാസം വലിക്കണ്ട. ദൈവത്തെ നിരന്തരം ഓർത്തും കണ്ടും പ്രാർത്ഥിച്ചും ദൈവമേ 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 അടങ്ങി ഒതുങ്ങി മര്യാദയ്ക്ക് വേദപുസ്തകം വായിച്ച് ധ്യാനിച്ച് നമസ്കാരമൊക്കെ ചൊല്ലി ആരോഗ്യമുണ്ടെങ്കിൽ ആഹാരം വെടിഞ്ഞിട്ട് ഉപവസിച്ച് പള്ളിയിലൊക്കെ പോയി മര്യാദയ്ക്ക് ഇരുന്നാൽ പിന്നെ അന്നേരം ഈ വിധത്തിൽ വരുമ്പോൾ 3-4 കാര്യം കൊണ്ട് മനസ്സിൽ വെച്ചേക്കണം. ഞാനുമൊക്കെ പാലിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെ വിശുദ്ധിയിലും വിനയത്തിലും വരുന്നവരെ എപ്പോഴും ഓർക്കേണ്ട ഒരു വാക്കാണ് ജഡ്ജ് നോട്ട്. എന്താ? വിധിക്കരുത് ആരെയും. അച്ഛനെയും വിധിക്കണ്ട, മെത്രാനെയും വിധിക്കണ്ട. അവനവനത്തെ വിധിച്ചാൽ മതി. ഞാൻ മഹാപാപിയാണ്. പൗലോസ് എന്ത് പറഞ്ഞു? പാപികളെ രക്ഷിക്കും. അതിലൊന്നാമത്തെ പാപി ഞാനാണ്. ജഡ്ജ് നോട്ട്. വിധിക്കപ്പെടാതിരിപ്പാൻ ആരെയും ക്രിറ്റിസൈസ് ചെയ്താലും ഒരു വിധിയാണ്, കുറ്റം പറഞ്ഞാലും ഒരു വിധിയാണ്. ഞാനൊക്കെ പാലിച്ചുകൊണ്ടിരിക്കുക. ഇപ്പം അതുകൊണ്ട് ഞാൻ പലപ്പോഴും കറക്ഷൻ കൊടുക്കും, ജഡ്ജ് ചെയ്യാറില്ല. കറക്ഷൻ കൊടുക്കാറുണ്ട്, ജഡ്ജ് ചെയ്യാറില്ല. ജഡ്ജ് ചെയ്യാൻ പണി നിർത്തി. ഒരുപാട് ജഡ്ജ് ചെയ്തതാണ്. പണി വിശേഷമില്ലെന്ന് മനസ്സിലായി. ജഡ്ജ് നോട്ട്. വിധിക്കപ്പെടരുത്. നിന്നെയും ദൈവം വിധിക്കത്തില്ല. പണി നിർത്തിയാരെ ധ്യാനമൊക്കെ അവിടെ കിടക്കട്ടെ. ശരിക്കും ധ്യാനം വേണം. ഇൻറ്റൻസീവ് കയറി യൂണിറ്റ് കിടക്കുമ്പോൾ ധ്യാനിക്കാം. അബ്രഹാമിൻ്റെ മകൻ ഇസാക്ക് ധ്യാനിച്ചു. ബലിപീഠത്തിൽ കിടന്നുകൊണ്ട് കൈ പിടിച്ച് കെട്ടിയിരിക്കുക. ധ്യാനം എന്താണ്? ധ്യാന വിഷയം അബ്രഹാം ഇസാക്കോട് ധ്യാനിച്ച വിഷയം കരുതുന്നവനായ ദൈവം. എന്താ? അപ്പ കത്തിയുണ്ട് തീയുണ്ട് ആടവിടെ, മകനെ ദൈവം കരുതുന്നവനായ ദൈവം. കൈ പിടിച്ച് കെട്ടി. ധ്യാന വിഷയം. നിങ്ങളുടെ പിള്ളേരെ കെട്ടിയാൽ ക്രിക്കറ്റ് അറിയാവുന്നുണ്ട്, 6 അടിക്കും. അബ്രഹാമിൻ്റെ മകൻ ധ്യാനിച്ച് കിടന്നു. ഉള്ളിലെ കണ്ണുകൾ കൊണ്ട് നീ കാണുക. കരുതുന്നവനായ ദൈവം കരുതിയോ ഇല്ലയോ? കരുതി. അവനെ ഒരു നിമിഷം തെറ്റത്തില്ല. മുമ്പും പറ്റത്തില്ല, താഴെയും പറ്റത്തില്ല. നിങ്ങൾ അടുക്കളയിലിരുന്ന് വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുക. സമാധാനത്താലേ
പോയി വരിക. അങ്ങയുടെ കാര്യം ഒരു മുള്ളു പോലും കൊള്ളരുത്. മനസ്സിലാകുന്നു? വലിയ വലിയ പ്രാർത്ഥനകളാണ് ഇതൊക്കെ. ബഹളമൊന്നും കാണിക്കണ്ട. ജഡ്ജ് നോട്ട്. പണി നിർത്ത്. നാത്തൂനെയാണേലും അമ്മായിമ്മയാണേലും അപ്പനെയാണേലും വീതം തരാഞ്ഞ ആരെയാണെങ്കിലും ജഡ്ജ് നോട്ട്. നിർത്തിയേരെ. ഞാൻ നിർത്തി. ജഡ്ജ് നോട്ട്. 2, ഹെയ്റ്റ് നോട്ട്. ആരെയും നിന്ദിക്കരുത്. എന്താ? നിന്ദിച്ചാൽ ശത്രുവായി, സ്നേഹമില്ലാതായി. ജഡ്ജ് നോട്ട്, ഹെയ്റ്റ് നോട്ട്. മനസ്സിലായോ? അറിവുകേടല്ലേ ഇത്? അറിവുകേടാണ്. അറിവുകേട് തിരിച്ചറിയുന്നതാണ് ജ്ഞാനിയുടെ ലക്ഷണം. നിന്ദിക്കരുത്, വിധിക്കരുത്, നിന്ദിക്കരുത്. നമ്മളെ തന്നെ നിന്ദിച്ചാട്ടെ. ഞാനോ അരിഷ്ടനാണ്, ഞാനോ ബലഹീനനും പാപിയുമാണ്. സെൽഫ് ജഡ്ജ്മെൻറ്റ്, സെൽഫ് ക്രിറ്റിസിസം, സെൽഫ് ഹേറ്റഡ്. എനിക്കിപ്പം നരകമാണ്. നരകം താനെന്നവകാശം, നിന്നെ വിളിപ്പാൻ കഴിവന്യേ, മൗനം മൃതിയാ ഞാൻ പോകും, നീക്കുക കൃപയാലൻ നരകമാണ് എനിക്ക്. നെഞ്ചത്തടിച്ച് കുറിയലായുസം ചൊല്ലണം. മനസ്സിലാവുന്നു? യാതൊരു കാരണവശാലും കുർബാന പടിഞ്ഞാടുമ്പം സ്പീഡ് കൂടി കുറിയലായുസം ചൊല്ലാതിരിക്കരുത്. സെമിനാരികൾ ഉൾപ്പെടെ നിർത്തിക്കളഞ്ഞു. സുദൈവത്തിന് കർത്താവ് എഴുന്നള്ളി വരിക. അങ്ങേയറ്റം കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവെ, എന്നോട് ചോദിച്ചു, തിരുവേനി മധുവായിൽ വരിക. ഞാനുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് വേറെ ഭരിക്കാനൊക്കത്തില്ല. ഞാൻ മിണ്ടായിരുന്നറിഞ്ഞു പോരും. ചാർത്തും നീതിയെ ചൊല്ലാത്തൊരു കുർബാന ഉണ്ടാകരുത്. കബറിൽ കിടക്കുന്ന ചാർത്തും നീതി അവർക്ക് വേണ്ടിയുള്ളതാണ്. എല്ലാവരെയും പറഞ്ഞു വിട്ടേച്ച് പോയി ചെയ്യുന്ന അവർക്ക് വേണ്ടിയുള്ളതാണ്. നിങ്ങളെ കുർബാനയിൽ ഓർക്കണം. പല പ്രധാന സംഘങ്ങളും കബറുള്ളടത്ത് ചൊല്ലുന്നില്ല. ലുത്തിനിയ മുഴുവൻ ചൊല്ലണം. പള്ളി ഉദാശിക്കും ചവടക്കും ലുത്തിനിയുണ്ട്. ലുത്തിനിയ അടുത്ത കുർബാനയ്ക്ക് ചൊല്ലാനൊക്കില്ല. അറിയാം. ലേഖനം 2 വായിച്ചിരിക്കണം. ഈ സമയം എന്തിനാ? പോകട്ടെ. സോ ജഡ്ജ് നോട്ട്. ജഡ്ജ്മെൻറ്റിൽ കറക്ഷൻ ഉണ്ട്. കറക്ഷൻ ഇല്ല, കറപ്ഷനാകും. എന്താ? നമ്മൾ കറക്റ്റ് ചെയ്തില്ലെങ്കിൽ, നിങ്ങളുടെ പിള്ളേരുടെ പല്ല് കറക്റ്റ് ചെയ്തില്ലേ, കാശ് കൊടുത്ത്, അപ്പം കറക്റ്റ് ചെയ്തോണം. വിത്ത് ലവ്. ജഡ്ജ്മെൻറ്റ് വേണ്ട, കറക്റ്റ് ചെയ്യുക. ഉണ്ട്. ഞാൻ എൻ്റെ സീനിയേഴ്സിനെ കറക്റ്റ് ചെയ്യാറില്ല, ജൂനിയേഴ്സിനെ കറക്റ്റ് ചെയ്യും. സീനിയേഴ്സ് ചെയ്യാറില്ല. ജഡ്ജ് നോട്ട്, ഹേറ്റ് നോട്ട്. ഫോർഗിവ്. എന്താ? ഫോർഗിവ്. ബ്ലസ്. എല്ലാവരെയും അനുഗ്രഹിക്കുമ്പോൾ ഇങ്ങോട്ട് വരും. പ്രേ ഫോർ ദം. എല്ലാവർക്കും വേണ്ടി അവരുടെ കൃപ ഇങ്ങോട്ട് വരും. യേശുക്രിസ്തുവിനെ ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും കൃപ ലഭിച്ചിരുന്നു. ലൂക്കോസ് 2:52 അവൻ ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും കൃപയിൽ, ദൈവപുത്രന് പോലും മനുഷ്യൻ്റെ കൃപ ആവശ്യമെങ്കിൽ നമുക്ക് വേണ്ടേ കൃപ കിട്ടിയോ? ആ കൃപ കിട്ടുന്നുള്ള മാർഗമാണ് എല്ലാവരെയും സ്നേഹിക്കുക, കരുണ കാണിക്കുക, നന്മ ചെയ്യുക, അഗതികളെ അനാഥരെയും കരുതുക. വിശക്കുന്നതിന് വിശപ്പ് മാറുമ്പോൾ അവൻ സംതൃപ്തനായി അനുഗ്രഹിക്കട്ടെ എന്ന് പറയും. ആ കൃപ അവിടെ വിധവയുടെ ചില്ലിക്കാശ് പോലും അവിടെ എഴുതിയിട്ടിട്ടുണ്ട്. ഇതെല്ലാം അവിടെ കൂട്ടിയിടും. ആകയാൽ ഇതാണ് ഓർത്തഡോക്സ് സഭയുടെ സുവിശേഷ വേല. ഇതാണ് അവിടെ കുർബാന. എല്ലാം ഉള്ളതാണ്. വിശ്വാസമുണ്ട്, ആരാധനയുണ്ട്, അനുതാപമുണ്ട്, നോമ്പുണ്ട്, ജാഗരണമുണ്ട്, കൂദാശയുണ്ട്, സുഹൃതമുണ്ട്, പീഡാനുഭവമുണ്ട്, ഇതെല്ലാം കൂടെ. കുർബാനയേക്കാൾ വലിയ ധ്യാനമോ ഒന്നുമില്ല. മനസ്സിലാവുന്നു നിങ്ങളെ? മുറ്റത്തെ മുല്ല മണം നമ്മൾ അറിയത്തില്ല. മനസ്സിലായോ? ഈ നരണം പ്രദേശത്ത് ഒരാൾ പള്ളിയിൽ നിന്ന് പോയി വേറെ കണ്ടുപോയി. ഇപ്പം എൻ്റെ മണം അറിയാൻ നോക്കിക്കൊണ്ടിരിക്കുക. പേര് പറഞ്ഞാൽ കേസ് വരും. ഒരു കേസ് വന്നു കഴിഞ്ഞു. ട്രാക്ക് മാറി ഓടാൻ പാടില്ല. ഏതാ? ഷൈനി ട്രാക്ക് മാറി ഓടി, സമ്മാനം പോയി. കർത്താവ് അപ്പസ്തോലന്മാരെ ആക്കി, അപ്പസ്തോലന്മാർ വന്ന് സ്ഥാപിച്ചു വന്നു. ആ ട്രാക്കിൽ തന്നെ പോകണം. ആ ട്രാക്കിൽ തന്നെ പോകട്ടെ. ട്രാക്കല്ലാത്തതെല്ലാം ട്രാപ്പാണ്. എന്താ? ട്രാക്കല്ലാത്തതെല്ലാം ട്രാപ്പാണ്. ട്രാക്കും ട്രാപ്പും കൂടെ ഉള്ള ഒരു ജീവിയുടെ പേര് പറയാമോ? അങ്ങോട്ട് നോക്കിയിട്ട് കാര്യമില്ല. ഇങ്ങോട്ട് ചിലന്തി.
ചിലന്തിയുടെ ട്രാക്ക് അങ്ങനെ അറിയാം, ട്രാപ്പും അറിയാം. ട്രാപ്പിൽ അതിൻ്റെ ഗമ്മുണ്ട്, ആ ശത്രുവിനെ പിടിക്കാനുള്ള ട്രാപ്പാണ്. ഇത് ചിലന്തിയുടെ ട്രാക്കിൽ കൂടെ മാത്രമേ അത് കാല് വെക്കത്തുള്ളൂ. അതുകൊണ്ട് ഓർത്തഡോക്സുകാർ ട്രാക്ക് മനസ്സിലാക്കണം. ട്രാക്കിൽ പോയാൽ നിങ്ങൾ ഇരിക്കുന്നതും നടക്കുന്നതും കിടക്കുന്നതും ചൊല്ലുന്നതും പാടുന്നതും വായിക്കുന്നതെല്ലാം ധ്യാനവുമാണ്. അതിന് പ്രത്യേകിച്ച് നേരമൊന്നും വേണ്ട, കാലമൊക്കെയിലും നേരമൊക്കെയിലും. നിർത്തട്ടെ, പോയി ധ്യാനിച്ചോ, വീട്ടിൽ പോയിരുന്നു കേട്ടോ. ഇത് ചടങ്ങൊന്നുമില്ല, കുറേ നല്ല കാര്യങ്ങൾ പറഞ്ഞു. പിള്ളേരുടെ മുട്ടായി വെറുക്ക് പോലെ എന്തെങ്കിലും പെറുക്കി പോക്കറ്റിലുണ്ട്, വീട്ടിൽ പോയി ധ്യാനിച്ചോണം. എൻ്റെ കിടക്കയിന്മേൽ ഞാൻ തന്നെ ഓർത്തു. അപ്പോൾ ഇപ്പം മാത്രം മതിയോ? നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും ഒക്കെ നിൻ്റെ വചനത്തെ ധ്യാനിക്കാൻ ഞാൻ യാമങ്ങളെ നോക്കിയിരിക്കുന്നു. ഒന്നും വേണ്ട, വേദപുസ്തകം നല്ലപോലെ വായിച്ച് ഭക്തിയോടെ വായിച്ച് നീതിയോടെ വായിച്ച് വിശുദ്ധരാകാൻ ആഗ്രഹിക്കുക. വിശുദ്ധി സമം താഴാഴ്മ, വിനയം, സൗമ്യത, അനുതാപം, അല്ലെങ്കിൽ ദൈവാശ്രയം. വിശുദ്ധി സമം നന്മ, വിശുദ്ധി സമം സൽഗുണപൂർണത, വിശുദ്ധി സമം സ്നേഹം, വിശുദ്ധി സമം മനസ്സലിവ്. ഇതെല്ലാം വിശുദ്ധിയുടെ ഇൻഗ്രീഡിയൻസ് ആണ്. എന്താ വിശുദ്ധിയുടെ? അറിയാതെ ദൈവം നമ്മളെ സ്വീകരിക്കട്ടെ. ബലഹീനായ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ. സഹോദരൻ മെത്രാപ്പോലത്തെ വിളിച്ചപ്പോൾ എനിക്ക് അനുസരിക്കാതിരിക്കാൻ വയ്യാഞ്ഞുകൊണ്ട് വന്നതാണ്. ദൈവം നമ്പരാൻ ദയവ് ചെയ്ത് ഇനി ആരും വിളിക്കരുത്. വിളിക്കുകയാണെങ്കിൽ മിനിമം ഒരു 5 മണിക്കൂറെങ്കിലും വേണ്ട. ഇനി ഈ പ്രദേശത്ത് വരേണ്ട കാര്യം മനസ്സിലായോ? പരിമലത്തിന് വേണ്ട സഭയാണിത്, വട്ടശ്ശേരത്തിന് വേണ്ട സഭയാണിത്, തോമാശയുടെ സഭയാണ്, അണ്ടൻ്റെ അടകോടിന സഭയല്ലിത്. മനസ്സിലാകുന്നു? ഈ സഭയിൽ നിന്ന് രക്ഷപ്പെട്ടില്ലെങ്കിൽ എവിടെയും പോയി രക്ഷപ്പെടാൻ പോകുന്നില്ല. നമുക്കിവിടെ നിന്ന് രക്ഷപ്പെടാം. എഴുന്നേറ്റ് പ്രാർത്ഥിക്കാം.